11 ദിവസം കൊണ്ട് നടന്നു തീരേണ്ട വഴി 38 കൊല്ലം എടുത്തു. ആ ഭാഗം ചേർത്ത് പഠിച്ചാൽ 38 കൊല്ലമായിട്ട് കടന്ന് കറങ്ങുക. നാം ചിന്തിച്ചു, ഇവരെ കറക്കിയത് പിശാചല്ല, പിന്നെയോ ദൈവം കറക്കി. പുറപ്പാട് 13:17 നമ്മൾ വായിച്ചു, ദൈവം ജനത്തെ ചുറ്റിച്ചെന്ന്. ദൈവം ചുറ്റിക്കുന്ന ദൈവമല്ല, എന്നാൽ നാം പല വിഷയത്തിൽ ചെന്ന് അകപ്പെടാതിരിക്കാൻ ദൈവം ചില വേറെ വഴി കൂടെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഈ വഴി, വിശാലമായ വഴി, വീതിയുള്ള വഴി, നല്ല വഴിയൊക്കെയാ. പക്ഷേ ഇവരെ ആ രാജപാതയെ കൂടെ വിട്ടില്ല. വിടാഞ്ഞതിന്റെ കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വഴിയുടെ ഇരുവശത്തും ഫെലിസ്ത്യരുണ്ട്. ഫെലിസ്ത്യരുടെ ദേശത്തു കൂടെയുള്ള വഴി അടുത്തത്. അങ്ങനെ അപ്പൊ ഇവരെ ആ വഴിയെ കൂടെ വിടാഞ്ഞത് ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പിന്നെ നമ്മൾ ചിന്തിച്ചു, 2 കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. 1, കുഴയ്ക്കാൻ അറിയാം. 2, കഴിക്കാനും അറിയാം. ഈ 2 കാര്യത്തിന് അവര് നല്ല സാമർഥ്യമുണ്ട്. അവര് അതാരും പഠിപ്പിക്കുകയും വേണ്ട. എന്നാൽ മറ്റേ ആത്മീയ പാഠങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല. ഈ കൂട്ടായ്മയിൽ വരുന്നവരും അങ്ങനെ ചിലരുണ്ട്. അവർക്ക് ആത്മീക പാഠങ്ങളൊന്നും വിഷയമല്ല, പഠിക്കണമെന്നും ആഗ്രഹമില്ല. വേറെ പുസ്തകം വായിക്കാത്ത ആൾക്കാരുണ്ട്. വേറെ പുസ്തകം ചിലർ കൊണ്ടുവരും, പക്ഷെ അങ്ങനെ ഇന്ന് വരെ ഈ സഭയിൽ പൊതുവിൽ 2 വാക്യം വായിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ ഇതിനകത്ത് കാണും. കയ്യൊന്നും പൊക്കണ്ട. ഇന്ന് വരെ സഭയിൽ വന്നിട്ട് നിങ്ങൾ, എനിക്ക് ഈ സഭാഗോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഇത്ര മനോഹരമായിട്ട് ദേശത്ത് നിങ്ങൾ വളരെ അധ്വാനിച്ചു, എല്ലാവരും ഒന്ന് ചേർന്ന് വളരെ കഷ്ടപ്പെട്ടു, ഒത്തിരി അധ്വാനിച്ചു. ചെറിയ വണ്ടി തന്നെ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ മെറ്റീരിയലൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് വളരെ നിങ്ങളെ ബഹുമാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. ദൈവദാസനോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിച്ചു, ദൈവം കരുണ ചെയ്തു. ഇത് വളരെ നന്നായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു. ഇതൊക്കെ ആണേലും ഇന്ന് വരെ ഈ സമയം പൊതുവിൽ 2 വാക്യം ഉറക്കെ വായിക്കാത്തവർ കാണും. കയ്യൊന്നും പൊക്കണ്ട. ഞാൻ ഇന്നലെ മുതൽ തന്നെ പറഞ്ഞിട്ട് വളരെ ഞെരുങ്ങിയ 1-2 പേര് വാക്യം വായിക്കുന്നത്, അതും ശബ്ദവും വലുതായിട്ട് ഇല്ല. പിന്നെ ഞാൻ ആശ്വസിക്കുന്നത്, ഇത്രയിലുമൊക്കെ ഈ തണുപ്പും പിടിച്ച് ഒപ്പിച്ചു തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം തന്നെയല്ലേ. വന്നിരിക്കുന്നത് തന്നെ അതിലും വലിയ കാര്യം. നിങ്ങൾ 10 പേരിരിക്കുന്നതുകൊണ്ടല്ലോ ഞാൻ പറയാൻ ഒക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഇതൊന്നും പഠിക്കുകയും എടുക്കുകയും ചെയ്യാത്ത ആൾക്കാരുണ്ട്. ചിലക്ക് ആകെ കൂടെ 3 പാട്ടറിയാം. അതാണ് എല്ലാ യോഗത്തിനും. നിങ്ങൾ സഭയിൽ വന്നിട്ടേ നല്ലൊരു സഭായം തുടങ്ങാൻ പോവുക. ഏത് സ്ഥലമാണെന്ന് ഞാൻ പറയത്തില്ല. അപ്പം സഭായം അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ ഉപദേശി ഈ ഏരിയയാ കുറച്ച് നാൾ മുമ്പാണ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചു സഭായം ആരംഭിക്കാം. പ്രാർത്ഥിച്ചു. അപ്പോൾ ഉപദേശി പറഞ്ഞൊരു പാട്ട് പാടിയാട്ട് സഭായം അങ്ങോട്ട് തുടങ്ങുക. ഉടനെ ഒരാൾ പാട്ടുക, ആകാശ ലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ, സഭായം ആരംഭിക്കുക. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല, മിണ്ടിയിട്ടും വലിയ കാര്യമൊന്നും. അപ്പോൾ ഒരു സഭായോഗം ആരംഭിക്കുമ്പം ആ പാട്ട് തെറ്റാന്നല്ല, അതല്ല പാടേണ്ടത്. ഒരാരാധന ആരംഭിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പദങ്ങളും പ്രയോഗമുള്ള പാട്ട് പാടണം. എന്താ ചിലത് വിശ്വാസിക്കും വകതിരിവില്ല, ഉപദേശിക്കും വകതിരിവില്ല. ചില സഭകളിൽ സെക്രട്ടറി ഉണ്ട്, യാതൊരു വെളിവുമില്ല. ചിലത് ട്രഷറുണ്ട്, കാശെണ്ണാന്നല്ലാതെ ഇവനെ കൊണ്ട് കാശിന് ഗുണമില്ല. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ അറിയാത്തവർക്ക്. ഒരാരാധന സഭായുഗം ആരംഭിക്കുമ്പോൾ ആ പാട്ട് തെറ്റാന്നല്ല, ആ പാട്ടല്ല ആ സന്ദർഭത്തിൽ. ഞാൻ 1-2 പാട്ട് തരാം. അറിയാൻ മേലെങ്കിൽ ഇന്ന് നാളെ ഞാനിവിടെ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ 1-2 പേര് വന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കറിയാവുന്നത് പോലെ ഇതിൻ്റെ ട്യൂണും പറഞ്ഞു തരാം. ഇവിടെ ജെയ്സന് ഹാർമോണിയം വായിക്കുന്നയാൾ വളരെ ചിട്ടയോടെ പഠിച്ചയാളും കഴിവുള്ളയാളാണ്. അദ്ദേഹം എല്ലാ വാദ്യോപകരണങ്ങളും വായിക്കുന്നയാളാണ്. എൻ്റെ കണക്കും താളവും കൃത്യവും എല്ലാം അറിയാം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്നെങ്കിലും പമ്മി ഇരിക്കുന്നെങ്കിലും നല്ല കഴിവുള്ള ഒരു മാന്യ സഹോദരന്. ഹാർമോണിയം വായിക്കാൻ അറിയാം,
മൃദംഗം വായിക്കാനറിയാം, തബല വായിക്കാനറിയാം. എന്നൊരാൾ പറഞ്ഞ തബല അടിക്കുന്ന പയ്യനെ, തബല അടിക്കുകയല്ല, തബല അതിൽ പ്രയോഗമുണ്ട് കേട്ടോ. തമ്പേറ് കൊട്ടുന്ന സഹോദരൻ, തമ്പേറ് കൊട്ടുകയല്ല, തമ്പേറ് വായിക്കുക. നമ്മൾ പിന്നിലടുത്ത് അങ്ങ് കൊട്ടുക, തമ്പേറ് വായിക്കുക. സ്തോത്രം. അപ്പം ജെയ്സൺ അതെല്ലാം അറിയാം. അദ്ദേഹം പാട്ടും പാടും, അതെല്ലാം പഠിച്ചയാളാണ്. അപ്പം നിങ്ങൾക്ക് അയ്യോ ഞങ്ങൾക്ക് പാട്ടറിയത്തില്ലായിരുന്നു, തുടങ്ങുന്ന പാട്ട് ഏതാ, നിർത്തുന്ന പാട്ട് ഏതാ, അപ്പം അത് ഇപ്പോൾ ഇന്നും നാളെ ഉള്ളത് കൊണ്ട് ഇത് പറഞ്ഞു തരാം, അവരോട് ചേർന്ന് പഠിപ്പിക്കും. അപ്പം അങ്ങനെ ചെയ്യും. ഞാൻ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അറിയത്തില്ല, അറിയാത്ത കാര്യം പറയണ്ടേ, ഉടനെ മുഖം അങ്ങ് വല്ലാതായല്ലോ. സ്തോത്രം. അതോ ഞങ്ങൾ ഈ പാട്ടൊക്കെ പാടുന്നുള്ളൂ, പാസ്റ്റർ ഏൽപ്പിച്ച കാര്യം ചെയ്തേച്ചങ്ങ് പോയാൽ മതി, ഉടക്കുണ്ടാക്കരുത്. അതെ, നമുക്കത് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫെലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതാ, രണ്ടു വശവും രാജപാതയ, രണ്ടു വശവും ഫെലിസ്തീനുണ്ട്. ഇവർക്ക് യുദ്ധം അറിയത്തില്ല. അപ്പോൾ യുദ്ധമറിയാത്ത ഇവര് ഈ രാജപാതയെ കൂടെ പോകുമ്പോൾ പതിയിരിക്കുന്ന ഫെലിസ്തീന് കയറി അറ്റാക്ക് ചെയ്യും. ഇവർക്ക് യുദ്ധം അറിയാത്തത് കൊണ്ട് ഇവര് പേടിച്ച് തിരിച്ചോടി മിസ്രയീമിൽ ചെല്ലും. അത് വരാതിരിക്കാൻ ദൈവം ഇവരെ ആ വലിയ വഴിയിൽ കൂടെ കൊണ്ടുപോയില്ല, എളുപ്പ വഴിയിൽ കൂടെ കൊണ്ടുപോയില്ല. നാം ഇങ്ങനെ വായിക്കുന്നു, ചെങ്കടലിന് അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റിച്ചു. ഒന്നാമത്തെ കാരണം അതാ. രണ്ടാമത്തെ കാരണം ആ പ്രിയ സഹോദരി പകല് പറഞ്ഞു, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ താക്കണം. കാരണം കുഞ്ഞുങ്ങൾ, എബ്രായ കുഞ്ഞുങ്ങളെ കൊന്നതാ, അന്നേ കുറിച്ച് വെച്ചിരുന്നതാ. സ്തോത്രം. അപ്പൊ അത് ഈ വഴിയെ കൂടെ കൊണ്ടുപോയാലേ എവര് പുറകെ വരുള്ളൂ. 3, അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇവരെ ഈ ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ചുറ്റി നടത്താനുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചേ. ഈ ചെങ്കടലിനരികെ കൂടെ കൊണ്ടുപോകാൻ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം. അപ്പോൾ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 40 കൊല്ലം എന്ന, ഈ 40 കൊല്ലം മരുഭൂമിയിൽ അവിടെ നടത്തിയെന്ന. ആയിക്കോട്ടെ, ഈ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ൽ നടത്തിയെന്ന. അപ്പോൾ ഈ 38-40 കൊല്ലം ഇവരെ ഇങ്ങനെ കറക്കിയത്, അല്ലെ ചുറ്റിച്ചത്, അവിടെ എടുത്തിട്ടുണ്ട് ഹൃദയത്തിനകത്തിരിക്കുന്നത് പറ അറിവ. ഈ നല്ലതുപോലെ ചുറ്റിച്ചപ്പോൾ ആ നാടൻ ഭാഷ പറഞ്ഞ ഉള്ളിലിരിപ്പ് വെളിപ്പെട്ടത്. നമ്മളിങ്ങനെ വെള്ളയൊക്കെ ഇട്ട് മീശയൊക്കെ പഠിച്ച് കമ്മലും മാലയെല്ലാം ഊരി ഇടയ്ക്കിടയ്ക്ക് ഗ്ലോറി വരുന്ന പാസ്റ്റർമാർ ചിലവരെ കരങ്ങൾ വീശി വീശി ഒരിക്കൽ കൂടെ ശക്തിയോടെ പോരാ പോരാ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പെരുവെള്ളത്തിന്റെ എന്നാലും വിശ്വാസം ലേലുയ അത്ര ആണോ പെരുവെള്ളത്തിന്റെ രച്ചില്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാ ഈ വിഡിത്തമൊക്കെ മിണ്ടാതിരിക്കണ്ടേ? ചില പറയുന്നുണ്ട് ഒരിക്കൽ കൂടെ ലേലുയ, ശക്തിയോടെ ലേലുയ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ലേലുയ. അങ്ങനെയാണോ പെരുവെള്ളത്തിന്റെ ഇരച്ചില്? തകർത്ത ഇടിമുഴക്കം പോലെ ലേലുയ, അങ്ങനെയാണോ തകർത്ത ഇടിമുഴക്കം? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ? ആട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇവരുടെ ഉള്ളിലിരിപ്പ് വെളിപ്പെടാനാ ഇവരെ കറക്കിയത്. ഒന്നുകൂടെ വാക്യം വായിച്ച് ആവർത്തനം 8:2. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി.
അപ്പൊ ഹൃദയത്തിനകത്തിരുന്ന് ഇരിക്കുന്നത് അറിയണമെങ്കിൽ നല്ലതുപോലെ ചുറ്റിക്കണം. നല്ലതുപോലെ ചുറ്റുമ്പോ ഉള്ളിലിരിപ്പ് പുറത്തു പോയി. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോൾ നമുക്ക് ആൾക്കാരെ പിടികിട്ടുകയില്ല. അല്പം പ്രതികൂലവും ഞെരുക്കവും പോരാട്ടവും ദുരിതവും ദുഃഖവും കടഭാരവും പ്രയാസവും ഒക്കെ വരുമ്പോൾ ആൾക്കാരുടെ തനിനിറം പറ. ഞാന് മിക്ക ഇടങ്ങളിലും പറയാറുണ്ട്, നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടുത്തെ രീതികളൊന്നും അറിയത്തില്ല. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ചില സഭകളിലൊക്കെ ചെല്ലുമ്പം, ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ചിലരിങ്ങനെ പാവത്തുങ്ങളായിട്ടിരിക്കും. വലിയ മോടിയുള്ള വസ്ത്രമൊന്നുമില്ല, വണ്ടിയില്ല, സൈക്കിളില്ല, വീടില്ല, വസ്തുവില്ല, അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. കാണാനും അങ്ങനെ വലിയ മാനുഷികമായിട്ടായി പറയുന്നത് വലിയ ഗ്ലാമർ, പിള്ളേരുടെ ഭാഷ പറഞ്ഞ വലിയ ഗ്ലാമറും ഇല്ല. എല്ലാവരുടെയും കാര്യമല്ല ചിലര്. അപ്പം എന്നോടും ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഒരു പാവം സഹോദരൻ, ഒരു പാവം സഹോദരിയാകട്ടെ. ചുമ്മാതാ, എല്ലാവരുടെയും കാര്യമല്ല. നമ്മൾ ആ ഇരിപ്പും നോട്ടം കാണുമ്പോർക്കും പാവമാണ്. പാവമല്ല, ഇവന്റെ കാശും വീടും വണ്ടിയും വസ്തുവും ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇവൻ പമ്മി ഇരിക്കുന്നതാ. ഇവന്റെ ഇത് കിട്ടുമ്പോ ഇവന്റെ തനിനിറം അറിയാം. നിങ്ങൾ യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം, നിങ്ങളെല്ലാം ആരും യോജിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഇവന്റെ ഈ 10 പുത്തം കിട്ടട്ടെ, അന്നേരം ഇവന്റെ തനിനിറം. സൈക്കിള് പോലും ഇല്ലാത്തവന് ഒരു വണ്ടി കിട്ടട്ടെ, അവൻ എല്ലാ വണ്ടിക്കും കൊണ്ട് വട്ടം വെക്കും. ചുമ്മാ പോകുന്ന വണ്ടിക്ക് അവൻ കയറി പിള്ളേർ പറഞ്ഞ കേട്ടെ വാലുകൊണ്ട് അടിച്ചേക്കാൻ. നിങ്ങൾ എന്നെ ഇങ്ങനെ സ്തംഭിച്ചു. സ്തോത്രം. എൻ്റെ കുഞ്ഞുനാൾ ഞങ്ങളുടെ അടുത്ത് ഒരു വീട്ടില് റേഡിയോ മേടിച്ചു. അന്ന് റേഡിയോ മേടിക്കുന്നൊക്കെ വലിയ, പിന്നല്ലേ TV വരുന്നേ. റേഡിയോ ആ വീട്ടിൽ ആർക്കും അങ്ങനെ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. പക്ഷെ റേഡിയോ മേടിച്ചതിൻ്റെ ഇളക്കമാ. വൈകിട്ടൊരു 8 മണിയാകുമ്പോൾ ഇംഗ്ലീഷ് വാർത്ത. അത് ഭയങ്കര ഓളിയത്തില്ല. അപ്പൊ അടുത്തടുത്ത് വീടുകളല്ലേ, അപ്പൊ അപ്പുറത്തെ പിള്ളേർക്കൊക്കെ പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാ. ഞാൻ വലിയ പഠിത്തമൊന്നുമില്ല, പക്ഷെ ഞാൻ ആ സമയത്ത് നാമം ജപിക്കും. നാമം ജപിക്കാനൊക്കുകയില്ല. അപ്പുറം ഭയങ്കര ഇംഗ്ലീഷ് വാർത്ത. മനസ്സിലാകുന്നില്ലല്ലേ? ആ റേഡിയോ മേടിച്ചെന്റെ ഇളകോ. സ്തോത്രം, സ്തോത്രം. ഒരു 25 വർഷം മുമ്പ് ആർക്കും മൊബൈൽ ഇല്ലായിരുന്നു. ഇല്ല. ഇപ്പൊ കൊച്ചുങ്ങളുടെ കൈ വരാ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആരംഭ സമയത്തൊക്കെ മൊബൈൽ മേടിച്ച് വരിക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വരുമ്പോ എല്ലാരും കാണുകയൊന്ന് വെച്ചു, ഇടയ്ക്ക് ഇതുമായിട്ട് വെളിയിലോട്ടൊന്ന് ഹലോ. പിന്നെ എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ യോജിക്കുക, നിങ്ങൾക്കത് വലിയ വിഷയമല്ലായിരിക്കും. അത് 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 ശരിക്കും ഞാൻ പറഞ്ഞ ദൂരെ ഇരിക്കുന്നുണ്ട് കേൾക്കണം. ചില വിശ്വാസികളെയും ചില പാസ്റ്റർമാരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വേറെ പുസ്തകത്തിന്റെ പുറത്തെടുത്ത് മൊബൈൽ വെക്കുക. താള് പറന്നു പോകാതിരിക്കാൻ മൊബൈൽ എടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പാടില്ല. മൊബൈല് കൊള്ളുകയെന്ന് നല്ല പറഞ്ഞത്. മൊബൈൽ ആവശ്യമാ, ടാബ് ആവശ്യമാ, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അത് ശരിയല്ല. ആരാധനയ്ക്ക് വന്നാണ് ബൈബിള് വെച്ചു, അതിന്റെ പുറത്തോട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചിലര് എന്നെ ഒരിക്കലെ ഒരു ഉപദേശി ശാസിച്ചെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ശാസിച്ച്. അന്ന് ഞാൻ നിർത്തി. ഞാൻ അങ്ങരുടെ കൊങ്ങായിക്ക് പിടിക്കാനൊന്നും പോയില്ല. ഞാന് ഗൾഫിൽ ചെന്നപ്പോഴേ ഒരു ദൈവദാസൻ രാജധാനിയില്
അടുത്ത ദിവസം എന്നെ വിളിച്ചു. അപ്പൊ ഞങ്ങള് യോഗത്തിന് അങ്ങോട്ട് ഇരിക്കുക, എൻ്റെ അപ്പുറം അടുത്ത് അദ്ദേഹം ഇരിക്കുക. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാ. അപ്പൊ അന്ന് ഞാൻ പാൻറ്റാ ഇട്ടത്, പാൻറ്റും ജിബ്ബ തന്നെ. അപ്പൊ പാൻറ്റും ജിബ്ബ. അപ്പൊ ഈ മുഴങ്കാലല്ല ഇരിക്കുന്നത്, എൻ്റെ അപ്പുറം അദ്ദേഹം ഇരിപ്പുണ്ട്. യോഗം അങ്ങോട്ട് ആരംഭിച്ച് അല്പം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ആരാധിച്ചു. അപ്പം വിയർത്തു. അപ്പം ഞാൻ ഈ തൂവാല എടുത്ത് തുടച്ച് ബൈബിളിൻ്റെ മേളിലോട്ട് തന്നെ അങ്ങ് വെച്ചു. ഞാൻ കാണിച്ച തെറ്റാ. തുടച്ച് വെച്ച് അത്ര ശ്രദ്ധിച്ചില്ല, അത്ര കാര്യമാക്കിയില്ല. പുള്ളി അവിടെ നോക്കി വെച്ച് അവിടെ ഇരുന്നോണ്ട് എന്നെ ശാസിച്ചു. മേലിൽ ആവർത്തിച്ചേക്കരുതെന്ന് പറഞ്ഞു. അതിങ്ങനൊന്നും അല്ല പറഞ്ഞത്, നല്ല രീതിയിലാണ് ശാസിച്ചു. അന്നുകൊണ്ട് നിർത്തി. പിന്നെ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇനി അവസാനം വരെ ചെയ്യരുതെന്നുമാണ് തീരുമാനം. ഇത് ഇന്നെങ്ങാനും ഇങ്ങനത്തെ ഉപദേശമാരും ഇല്ല നമ്മളെ ചാത്തിച്ച ചിലര് താൻ അങ്ങ് തൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ തൂവാല എൻ്റെ ബൈബിളും എവിടെ വെക്കണമെന്ന് ഞാനാ പിന്നെ പ്രശ്നമാ. അത് ഗുണം പിടിക്കാനുള്ള ആൾക്കാരല്ല. പണ്ട് സി കെ ദാനിയിൽ പറയും പോലെ അങ്ങനെയുള്ളവര് പോക്കസിയ. അത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ചിലര് ഈ കുഞ്ഞുങ്ങളെ ബൈബിൾ ഫ്രണ്ട് വെച്ച് കൊച്ചുങ്ങളെ കയറുമ്പോൾ അതിന്റെ മേളിൽ വെച്ച് ഇങ്ങനെ തുള്ളിക്കുന്ന കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കാതെയാണോ അതോ അലക്ഷ്യമാണോ എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലർക്ക് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്ന ബൈബിളാ. അതെ, ആ കാര്യത്തിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത് കത്തോലിക്ക സഹോദരന്മാരെയാണ്. അവരതെടുക്കുന്നതും കൊണ്ടു നടക്കുന്നതും എന്ത് ഭവ്യമായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പണ്ടൊന്നും അതങ്ങൾ വായിക്കത്തില്ല. ഷെൽഫിന്റെ അവിടെ മൂലയില് വളരെ വളരെ ഭദ്രമായിട്ടാണ് അത് എടുത്ത് വെച്ചൊരു ഉമ്മയും. ഞാൻ ഇത് എതിരല്ല, അത് എന്തു ആയിക്കോട്ടെ, നല്ല വശം എടുക്കുക. അവർക്ക് അതിനോട് ബഹുമാനമാണ്, ഭയമാണ്. അതെ, അക്കാര്യത്തിൽ അവരെ അങ്ങനെ ചെയ്യുള്ളൂ. നമ്മുടെ ആൾക്കാർ ബൈബിളുമായിട്ട് വരുന്നതും പോകുന്നതും കണ്ട പണ്ട് കുചേലൻ പോയതുപോലെ സ്കൂളിൽ പഠിച്ചു. കുചേലൻ പണ്ട് പോയത് അറിയാമോ? പഠിച്ചല്ലേ, പുരാണ കഥയല്ലേ, സ്കൂളിൽ പഠിച്ചതാ. 10 വരെ പോയതാന്നാ രാവിലെ എന്നോട് പറഞ്ഞ്. അപ്പോൾ അത് പഠിച്ചു കാണും. ഞാനും അവിടം വരെ പോയതാ. എങ്ങനെ പോയി? മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കൽ. നിങ്ങൾ പഠിച്ചല്ലേ? പാഠപുസ്തകം എറണാകുളം ജില്ലയിൽ വന്നില്ലേ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പാഠപുസ്തകം ഇങ്ങോട്ട് വിട്ടില്ലേ? മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലൂക്കിക്കൊണ്ട്. കുചേലൻ അങ്ങനെ പോയത് എന്ന് പറഞ്ഞാൽ ചില സഭായത്തിന് വരുന്നത് കുചേലൻ വരുന്നത് പോലെ. ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അത് പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ്. പല ഇടങ്ങളിലും ദൈവമക്കൾ വളരെ നമുക്കത് കാണുമ്പം ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ മേലെ വളരെ പ്രയാസമായിട്ട് തോന്നും. ആട്ടെ, ആ ഭാഗം അങ്ങ് വിടുക. അപ്പൊ ഇവര് ഹൃദയത്തിനകത്തിരിക്കുന്ന അറിവാനാ ഇവര് 40 കൊല്ലം വിട്ട് കറക്കും. 40 കൊല്ലം ഉള്ളിലിരി പറയാൻ. നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അതാ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്. ചിലരുടെ ഇരിപ്പ് നോട്ടം കണ്ടാൽ നമ്മൾ പറയും പാവമാണ്. പാവമല്ല, കാശും ചക്രവും പുത്തനും കഴിവില്ലാഞ്ഞിട്ട് പമ്മി ഇരിക്കുക. ഇത് കിട്ടിക്കഴിയുമ്പോ ഇവന്റെ അതാണ് എത്ര കേസുകൾ, എത്രയോ കേസുകൾ. ഒന്നുമില്ലാത്തവർക്കൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അവരുടെ അഹങ്കാരവും
ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ സുവിശേഷ വേലക്കാരി തന്നെ ചിലരെ എടുക്കാനുണ്ട്. ഈ സുവിശേഷ വേലക്കാരി ചിലരുടെ ധാരണ ഇവരുടെ കഴിവ് കൊണ്ടും മിടുക്കും, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക, എന്നെയും കൂടെ നമ്മുടെ കഴിവ് കൊണ്ടും മിടുക്കുകൊണ്ടും കിട്ടിയതാന്ന അല്ല, ദൈവത്തിന്റെ കരുണയാ. അതെ, ആ കാറിലുള്ള ഇരിപ്പും പോക്കും, ആ ബുള്ളറ്റിലുള്ള പട്ടപട്ടാന്നടിച്ചും അമിട്ട് പൊട്ടി വരുന്നത് പോലെ വരുന്നത്. ആ പോക്കും ഒക്കെ കണ്ടാൽ ഉറക്കും ഇവർ ഏതാണ്ട് വലിയ അംബാനിയുടെ അളിയനാന്നുള്ള രീതിയിലാ മാനുഷികമായിട്ടേ. ഇതെല്ലാം ദൈവമക്കൾ തരുന്ന നന്മയാ, അത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. ദൈവം ഓരോരുത്തരും ഒരുക്കി. അപ്പൊ ഇത് കിട്ടും തോറും, മേടിക്കും തോറും, പ്രാപിക്കും തോറും കുറച്ചുകൂടെ വിധേയപ്പെട്ടോണം. അതെ, ഞാൻ എല്ലാവരെയും ഒന്നും പറയത്തില്ല. ഈ ഇവിടുത്തെ ദൈവദാസിയെ പരിചയപ്പെട്ടു, വളരെ മാന്യമായിട്ട് ഇടപെടുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ചില പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരെ ചിലരെ പേരൊന്നും പറയത്തിന് അറിയാം, എന്തോ ഒരു അഹങ്കാരമാണെന്നറിയാമോ? അതെ, പാസ്റ്റർ അമേരിക്കയിലോ പേർഷ്യയിലോ 2 വട്ടം പോയിട്ട് വന്ന പാസ്റ്റർ അന്നെ പിന്നെ പറയേ വേണ്ട. കൊച്ചമ്മ എല്ലാവരോടും മിണ്ടുകയില്ല, എല്ലാവർക്കും കൈ കൊടുക്കുകയില്ല. ആ മുടിയെല്ലാം ഒന്ന് പൊക്കിക്കെട്ടി ഇങ്ങനെ ഇറ്റം പോയി കച്ചു കൊണ്ടുപോകും പോലെ ഒരു ബാഗും. അത് തെറ്റാന്നല്ല, ബാഗ് നല്ലത് വേണം, ഡ്രസ്സ് നല്ലത് വേണം, കണ്ണട നല്ലത് വേണം, ചപ്പല് എല്ലാം ഞാനത് അംഗീകരിക്കുന്നയാളാ. പക്ഷെ ഈ ചില സഹോദരിമാരുടെ, എല്ലാവരുമല്ല, ചില എന്താ ഇത് ഞങ്ങളുടെ ഏതാണ്ട് കഴിവുകൊണ്ട്, അങ്ങനെ ഒത്തിരി നന്മ പ്രാപിച്ചവർ ഒത്തിരി വിധേയപ്പെട്ടോണം. ചില സഭകളിൽ എല്ലാവരോടും ചിലരും മിണ്ടുകയല്ല. കൊച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ള 3-4 പേര് ഉണ്ട്, അവരുമായിട്ടാ കുച്ചു 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 കുച്ചു. അപ്പൊ ഇവരുടെയൊക്കെ ധാരണ ഏതാണ്ട് ഇവര് അതുകൊണ്ട് വലിയ സ്തോത്രം. വേദപുസ്തകത്തിൽ വേറൊരു വിഷയത്തോട് ബന്ധപ്പെട്ട അതിലൊരു പ്രയോഗമുണ്ട്, അധികം വാങ്ങിച്ചവൻ അധികം കടംപെട്ടിരിക്കുക. ഇതൊന്നും നമ്മുടെ കൈമിടുക്ക് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണയാ. സ്തോത്രം. അപ്പൊ ചിലരുടെ ആ അഹംഭാവവും അഹങ്കാരവും, സ്തോത്രം. ആട്ടെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളു, അങ്ങ് വിടുക. അപ്പൊ ഈ 38-40 കൊല്ലമിട്ട് കറക്കാൻ കാര്യം ഉള്ളിലിരിപ്പ് വെളിപ്പെടാനാ. നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇത്രയും വലിപ്പം ഉള്ളെങ്കിലും നാശമെല്ലാം ഇതിനകത്തിരിക്കുക. ദുശ്ചിന്തയും പകയും പിണക്കവും കോപവും ക്രോധവും ഈർഷ്യയും ജാരശങ്കയും ഇതെല്ലാം അകത്തിരിക്കുക. തമ്മിൽ മിണ്ടത്തില്ല, സ്നേഹിക്കുന്നില്ല, വഴക്ക്, അലോഗ്യം, കുശുമ്പ്, ഇതൊക്കെ അതൊന്നും പാടില്ല. നല്ല ഹൃദയമായിരിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒന്നുകൂടെ കൃപാവരം അധികം പ്രാപിച്ചില്ലെങ്കിലും സ്വഭാവത്തിന് മാറ്റം വരണം. അത് അത്യാവശ്യമാണ്. കഞ്ഞിയും വെള്ളം കുടിക്കാതെ 21 ഇരുന്ന് വെച്ച് സ്വഭാവം പിന്നെയും കഠിനപ്പെടുക എന്നല്ലോ, വെറുതെ ഇരിക്കുക. ഞാൻ ഉപവാസത്തിനെതിരില്ല, ഞങ്ങളും 21 ദിവസം ഉപവാസമായിരുന്നു, ഞായറാഴ്ച അത് കയറുന്നത്. സ്തോത്രം. ഉപവസിക്കണം, കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. ശരീരത്തിന്റെ സ്ഥിതിയും ദൈവ നടത്തിപ്പ് വരുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം, അത് ശ്രദ്ധിച്ച്. പക്ഷെ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും വരം പ്രാപിക്കുന്നതിലുപരി സ്വഭാവത്തിന് മാറ്റം വരണം. പിന്നെ യാതൊരു കാര്യവുമില്ല. സ്തോത്രം. പൂർണ്ണകൃതജ്ഞ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. പൂർണ്ണകൃതജ്ഞ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണോ. മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാ. പാതി മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിട ഫലമാശിസായി വരാ.
പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണതോ. പൂർണ്ണ ഹൃദയ സേവ വേണം ദേവജാതന്, പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണതോ. അപ്പൊ നമ്മുടെ ഹൃദയം നന്നാകണം. ഈ ഹൃദയത്തിനകത്ത് നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം കളയണം. ആരുടെയും പകയോ വിദ്വേഷമോ പിണക്കമോ, മനുഷ്യനാ അതൊക്കെ. ഈ ഉപവാസ പ്രാർത്ഥന അതിനെല്ലാം ക്രമീകരണം വരുത്തണം. പ്രാർത്ഥന കഴിയുമ്പോൾ ചെന്ന് പറയണം, മോളി എനിക്ക് മോളിയോട് ചെറിയ നീരസം ഉണ്ടായിരുന്നു, പക്ഷെ പാസ്റ്റർ വചനം പ്രസംഗിച്ചപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു, എന്നോട് ക്ഷമിക്കണം, വിട്ടുകളയണം. എന്നാ നിങ്ങൾ എന്തേലും പറ. ഇങ്ങനെ കണ്ണ് കാണിക്കാതെ, എന്നെ കണ്ണ് കാണിക്കൊന്നും വേണ്ട. സ്തോത്രം. നിങ്ങൾക്ക് ആരോടും കുഴപ്പമൊന്നുമില്ലല്ലോ. സ്തോത്രം. സഹോദരന്മാരും അതുകൊണ്ടും തന്നെ. യോ ബ്രദറെ, എനിക്ക് അന്ന് പറഞ്ഞ എനിക്കൊരു ചെറിയ പ്രയാസം വന്ന് ഞാനിപ്പം പാസ്റ്റർ വചനം പ്രസംഗിച്ചപ്പോൾ എന്നോടും ദൈവം ഇടപെട്ട് വിട്ടുകളാം, ക്ഷമിക്കണേ, ഇനി ആവർത്തിക്കത്തില്ല. എന്നാ നിങ്ങൾ എന്തേലും ഉപേക്ഷിക്കുമെങ്കിൽ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ കളയല്ലേ. കളയത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് വേറെ പരിഹാരം ഞാൻ തരാനാ. സ്തോത്രം. നമ്മുടെ ഹൃദയം നന്നാകണം. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വഭാവത്തിന് മാറ്റം വരണം. അല്ലെ പിന്നെ പ്രാർത്ഥന ഭയങ്കര ഉണർവാന്നാ പറഞ്ഞു. ഭയങ്കര തമ്പേർ 2 എണ്ണം തല്ലി പൊട്ടിച്ചു, 1 എണ്ണം കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. പാട്ടുകാരൻ ഇവിടുത്തെ പിള്ളേരെ ഏക്കാഞ്ഞിട്ട് വെളിയിൽ നിന്ന് ആൾക്കാരെ അടിക്കാനായ ഉള്ളവനെ കൂടെ കൊണ്ടുവന്നു. ഓളിയം പോരാഞ്ഞിട്ട് വേറെ 5000 വീണ്ടും ഇറക്കി, 7 ബോക്സും കൊണ്ടുവന്നു. ഞാൻ എതിരല്ല, ഭയങ്കര പാട്ടും മേളവും. പക്ഷെ ഒരെണ്ണത്തിന്റെ സ്വഭാവത്തിന് ഉപവാസം തിരുന്നതിന്റെ തലേന്ന് പിന്നെയും പ്രശ്നം. ഒരാൾ പറഞ്ഞ് നമുക്ക് ബിരിയാണി കൊടുക്കാം, മറ്റവൻ പറഞ്ഞ് ചോറ് കൊടുക്കാം, ഒരുത്തൻ പറഞ്ഞ് ബിരിയാണിയും ചോറും കൊടുക്കാന്ന്. ഞാൻ ഇനി സഭ സഹോദരിമാർ 2 പറഞ്ഞു, ആരാ ഇതൊക്കെ അധ്വാനിക്കാൻ വന്ന്, നമുക്ക് കഞ്ഞിയും പയറും കൊടുക്കാം. അല്ല, ചില സഭകളിൽ നടക്കുന്നതായി പറഞ്ഞു. ഉടനെ പറഞ്ഞ കഞ്ഞി തന്നെ കൊടുത്തിട്ട്, കഞ്ഞിയും പയറും തന്നെ കൊടുത്തിട്ട് ഒരു കാര്യവും, പപ്പടം വേണം. ഉടനെ ഒരുത്തം പറഞ്ഞ് പപ്പടം കൊടുക്കാനൊക്കത്തില്ല, ഇവിടെ എല്ലാം പിള്ളേർ പൊടിച്ചിടും. ഉടക്കാം, മുഴുവൻ ഉടക്കാം. 20-ാം ദിവസം ആ ചർച്ച. 21-ാം ദിവസം 3 കുടുംബം വന്നില്ല, പപ്പടം പൊടിക്കുന്നെന്നും പറഞ്ഞ് 3 കുടുംബം. അപ്പൊ 20-ന് ഈ പ്രശ്നം വരാതിരിക്കാൻ ഇന്നത്രയാ ആ 16-17 കൊണ്ട് സ്വഭാവത്തിന് മാറ്റം വരുത്തിക്കോണം. അപ്പൊ 20-21 ആത്മീയ കത്തലുണ്ടാകും. എന്നാ മനസ്സിലായോ? നമ്മൾ 1-ാം ദിവസം മുതലേ കത്തിക്കുക. 1-ാം ദിവസം നന്നായിട്ട് ഇളക്കുന്ന പുള്ളിയെ വിളിച്ചു, 2-ാം ദിവസം കുഴയ്ക്കുന്ന പുള്ളിയെ വിളിച്ചു, 3-ാം ദിവസം പേര് പറയുന്ന ആളിനെ വിളിച്ചു, 4-ാം ദിവസം തീ ഇറക്കുന്ന പുള്ളിയെ വിളിച്ചു, 5-ാം ദിവസം അഗ്നിനാവുകാരനെ വിളിച്ചു, 6-ാം ദിവസം തീമഴ പെയ്യിക്കുന്ന പുള്ളിയെ വിളിച്ചു. ഇവിടുത്തെ കാര്യമല്ല, പൊതുവിൽ പറയാം. 8-ാം ദിവസം പേരും അഡ്രസ്സും വണ്ടി നമ്പർ പറയുന്നവനെ. 9-ാമത്തെ ദിവസം ഭാര്യയും ഭർത്താവും കൂടി 2 പേരോട് ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ ശുശ്രൂഷിക്കുന്നു. ഏത് ബ്രദറാ ഏത് സിസ്റ്ററാന്ന് എന്നോട് ഇപ്പം ചോദിക്കരുത്, യോഗം കഴിഞ്ഞ് വേണേ പറയാം. അവര് 10-ന്റെ അന്ന് വന്നു. 11-ാം ദിവസം ഒരു പാട്ടുകാരനെ, അവന് 7 ഓർഗൻ വെച്ച് നിന്ന് അലക്കുക, പിള്ളേരുടെ ഭാഷ. ഒരു കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട്
അവൻ എന്ത് ചെയ്താ കണ്ണും തുറക്കുകയല്ല, തൂങ്ങി ചെത്തതുപോലെ അവൻ നിൽക്കുക. 12 ദിവസം പെങ്കൊച്ചിനെ സ്റ്റേജൊക്കെ കയറ്റി, പെണ്ണ് നിന്നങ്ങ് അലറുക, പാടുകയല്ല. ചുരുക്കി പറഞ്ഞാൽ ഗുണീകരണത്തിന്റെ ശുദ്ധീകരണത്തിന്റെ വചനം കൊടുത്തുമില്ല. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയിൽ ഗുണീകരണം നടക്കണം, ശുദ്ധീകരണം നടക്കണം, ക്രമീകരണം നടക്കണം. അങ്ങനെ ഗുണീകരിച്ചും ക്രമീകരിച്ചും ശുദ്ധീകരിച്ചും ഒരുക്കപ്പെട്ട് ആ 18-19 ദിവസം ആകുമ്പോൾ എല്ലാം ക്രമീകരണത്തിൽ വന്ന് 20-ന് തീ കത്തണം. ഇത് നമ്മൾ 1-ാം ദിവസം മുതലേ ഇളക്കുകാരെ ഈ പ്രാവശ്യം എല്ലാവരും ഒന്നൊക്കെ മെച്ചമുള്ളവരാ. അവൻ വന്ന് ചുമ്മാ ഇരിക്കുന്നതിനെ തുള്ളിച്ച് പോരാ പോരാ പോരാന്ന് പറ. അതിന് അയാൾ തുള്ളിപ്പദം വന്ന് വരുന്നമല്ല, പോരാ ഒരിക്കൽ കൂടി ഇവൻ നിന്നങ്ങ് വില്ലുക, പോരാ പോരാ പോരാ. അതിനെ അയാൾ ആകെ കുഴഞ്ഞു. അല്ല, ഓരോ സ്തോത്രം. ഞാൻ ഇതിനൊന്നും എതിരല്ല, ഞാനിതിന്റെ സത്യാവസ്ഥ അങ്ങ് പറയുക. ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഹൃദയത്തിനകം ശുദ്ധീകരിക്കപ്പെടണം. ഇതിനകത്ത് കുടിയിരിക്കുന്ന മലിനതകളെല്ലാം മാറണം. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മന്നുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മന്നുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലിൻ നിണം ചിന്തി, മനുവേലിൻ നിണം ചിന്തി, മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മകൾ സ്നേഹം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ ഈ 38-40 കൊല്ലം ഇട്ട് കറക്കാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം രാജപാതയെ കൂടെ വിടാഞ്ഞത് ഫെലിസ്തര് 2 വശത്തുണ്ട്. 2 ഫറവോനെയും സൈന്യത്തെയും മാറ്റിക്കളയണം. 3 ഇവരുടെ ഉള്ളിലിരിക്കുന്നത് വെളിയിൽ വരണം. അതാ നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം വായിച്ചേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 38-40 കൊല്ലം ഇട്ട് കറക്കി ഉള്ളിലിരിപ്പ് വെളിപ്പെടാം. ഇനി മുമ്പോട്ട് പോകാം. ഈ 38-40 കൊല്ലം ഇട്ട് കറക്കി, ഇങ്ങനെ കറക്കിയപ്പോൾ ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങൾ നമ്മൾ മുമ്പേ വായിച്ചത്. ഈ 38 കൊല്ലത്തിനിടയിൽ അല്ലെ 38 കൊല്ലം കൊണ്ട് യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും മുടിഞ്ഞു പോയെന്ന വായിച്ചതിന് 2:13 മുതൽ. ഇപ്പോൾ എഴുന്നേറ്റ് സെരേത് തോട്ട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേത് തോട്ട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ട മുതൽ സെരേത് തോട്ട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരം. അടുത്തത്, അതിനിടയിൽ യോദ്ധാക്കളാകിരുന്ന തലമുറയൊക്കെയും
യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ, ശ്രദ്ധിച്ചേ, സത്യം ചെയ്തതുപോലെ ഈ തമ്പുരാൻ ഇവരെ വിളിച്ചിറക്കി മരുഭൂമിയിൽ കൂടി നടത്തി. ഒടുവിൽ ഇവരെ കൊണ്ടങ്ങ് പൊറുതി മുട്ടി. എന്നും പ്രശ്നമാണ് ഇവർക്കെന്നും. ഇവരുടെ ഒരു പ്രകൃതി വല്ലതും കൊടുത്തോണ്ടിരിക്കുകയാണ് ഭയങ്കര ചാട്ടവും മേളവും തുള്ളലുവാ. എന്തെങ്കിലും ഒരു അപാകത വന്നാൽ അന്നേരം എടയും. നിങ്ങളവരുടെ പ്രകൃതി ശ്രദ്ധിച്ചു. അക്കരെ എല്ലാം കൂടെ കയറി നോക്കിയപ്പോൾ പറവോനും സൈന്യവും എല്ലാം കൂടെ ചത്തു മലച്ചു കിടക്കുന്നു. ഉടനെ തപ്പെടുത്ത് പാട്ട് പാടി എല്ലാവരും ഭയങ്കര ആരാധന. 20-ാം വാക്യം വായിക്കുന്ന അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാം കൂടെ സഹോദരി സമാജം സ്ട്രോങ് ആയി. പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ 1 മുതൽ പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ 19 വരെ സഹോദരന്മാര് പാട്ട് പാടിക്കുന്നു. വായിച്ചേ 15-ന്റെ 1 മുതൽ. ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചു തരാ. അപ്പൊ ഒരു കാര്യം ചെയ്യുക, സഹോദരി എഴുന്നേറ്റ് ഇഞ്ഞു വന്നേ, ഇഞ്ഞുവാ, ഇച്ചിരൂടെ ശബ്ദമുണ്ട്. മോൾ ഇങ്ങോട്ടിരുന്നേ, മോള് ഇവിടോട്ടിരുന്നേ, സഹോദരി ഇഞ്ഞുവാ പെട്ടെന്ന് വാ. ഓ ഇവിടെ ഇരുന്ന് ഇച്ചിരൂടെ ഉറക്കം അങ്ങ് വായിച്ചു. ഈ സഭയിലെ മെമ്പർ ആയിരുന്നോ? ഏത് സഭയിൽ നിന്ന് വന്ന? നമ്മുടെ റോമിൻ പാസ്റ്ററുടെയാണ്. നാളെയും വരാമോ? പാസ്റ്റർ വരും. അപ്പൊ നമ്മളോട് വായിച്ചു ഉറക്കെ വായി. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി അവ പാട്ട് തുടങ്ങി. കാരണം 14-ാം അധ്യായത്തിൽ ഫറവോനെ ചെങ്കടിൽ മുക്കി. അവിടെ വായിക്കുന്നത് പ്രഭാതയാമത്തിൽ എന്നാ, അങ്ങനെ എഴുതിയിരിക്കുന്നത്. പ്രഭാത അല്ലെ 14-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, പ്രഭാത. അവിടെ അല്ല, അവിടെ വരമുണ്ട് ഈ ഭാഗത്ത് 14-ാം അധ്യായത്തിൽ പ്രഭാതയാമത്തിൽ യഹോവയായ ദൈവം മേഘസ്തംഭത്തിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തിൽ ഒരു നോട്ടം നോക്കി അവന്റെ രഥത്തിന്റെ ഓട്ടം തെറ്റിയെന്ന് 24-ാം വാക്യത്തിലല്ലേ? പ്രഭാതയാമത്തിൽ എന്ന് ചേർത്ത് വായിക്കുക. അതെത്രാം വാക്യം? മാമയെ ഓളിയും കൂട്ടുന്നുണ്ട്. വായിച്ചു. അതാ ഉറക്കെ വായന. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നി മേഘസ്തംഭത്തിൽ മിസ്രയീമി സൈന്യത്തെ ഒന്ന് നോക്കി. ഇത് കരുണയുടെ നോട്ടമല്ല, ഇത് കോപത്തിന്റെ നോട്ടമാണ്. ഇത് കരുണയുടെ നോട്ടം. ദൈവം അങ്ങനെ നോക്കും, കരുണയോടും നോക്കും, കോപത്തോടും നോക്കും. നമ്മെ നോക്കിയത് കരുണയുടെ നോട്ടമാണ്. ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടികുടിയിൽ പാപത്തിന്റെ ദാസന്മാരായി സ്വസ്ഥതയില്ലാതെ നിരാശാഭരിതരായി തകർന്ന് നാം നശിച്ചു പോകേണ്ട സമയത്ത് അവിടുന്ന് കരുണയുടെ നോട്ടം നോക്കി. സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക് ഈ പദവി ലഭിച്ചത്. എന്നാൽ ദൈവത്തോടും ദൈവജനത്തോടും ദൈവകൃപയോടും ദൈവിക ശുശ്രൂഷയോടും ദൈവദാസന്മാരോടും ദൈവപ്രവൃത്തിയോടും എതിർത്തു നിൽക്കുന്നവനെ കരുണയുടെ നോട്ടമല്ല നോക്കുന്നത്, അത് കോപത്തിന്റെ നോട്ടമാണ്. അതിലെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച്. സ്തോത്രം. അവിടെ വായിക്കുന്ന പ്രഭാതയാമത്തിൽ എന്നാ. പ്രഭാതയാമം എന്ന് പറഞ്ഞാൽ ടൈം ഏതാ? രാവിലെ എന്ന് പറഞ്ഞാലൊന്നും ഞാൻ അംഗീകരിക്കുകയല്ല. പ്രഭാതയാമം സഹോദരിമാരാദ്യം പറയണം. കറക്റ്റ് ആണെങ്കിൽ പിന്നെ അവര് പറയണ്ട, കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ സഹോദരന്മാർ പാസ്റ്റർമാരും പറയരുത്. പ്രഭാതയാമം. സ്തോത്രം. പ്രഭാതയാമം. മൊത്തം എത്ര യാമങ്ങളാ സാധാരണ? എത്ര യാമോ? അതുകൊണ്ടിപ്പോ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പാട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. അത്രയും പാട്ടൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിലവിളിക്കാ. നിങ്ങൾക്കറിയാം, നിങ്ങൾ മനഃപൂർവ്വം പാടാത്തതാ. പിന്നെ
നിലവിളിക്കാ നിലവിളിക്കാ. അറിയത്തില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പാട്ട്? സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത്ര നാൾ എന്നെ എടുക്കുക, എന്നോട് സത്യം പറ. നിലവിളിക്കാ നിലവിളിക്കാ, എഴുന്നേറ്റു നിലവിളിക്കാ രാക്കാലങ്ങളിൽ. സ്തോത്രം. നിങ്ങൾ എല്ലാരും കൂടെ ഒത്തമുണ്ട് എന്നെ ഒതുക്കാൻ നോക്കുന്നതാ. അപ്പൊ പ്രഭാതയാമം, സ്തോത്രം, പ്രഭാത യാമം. യഹൂദനോട് ബന്ധപ്പെട്ട് യാമാരംഭം പഠിക്കുന്നത് ഒന്നാമത്തെ യാമം വൈകിട്ട് 6 തുടങ്ങും. ആദ്യത്തെ യാമം വൈകുന്നേരം 6, 3 മണിക്കൂറാവും ഒരു യാമം. 6 തുടങ്ങിയാൽ 9 അപ്പൊ 1-ാം യാമം. 2-ാം യാമം 9 മുതൽ ഉറക്കെ പറ 12 വരെ, അത് 2-ാം യാമം. 3-ാം യാമം 12 മുതൽ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക ഈ ബടലത്തരമെല്ലാം വിളിച്ചു പോകുന്നു. 3-ാം യാമം 12 മുതൽ ഉറക്കെ പറ 3 മണി വരെ. 4-ാം യാമം അതിന് പ്രഭാതയാമം എന്നും പറയും. അപ്പൊ എത്ര മുതൽ എത്ര വരെ? വെളുപ്പിന് 3 മുതൽ 6 വരെ. ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിനെ 3 ആയപ്പം ദൈവം ഒരു നോട്ടം നോക്കി. സ്തോത്രം. നമ്മള് ഈ രാവിലെ പാടുന്ന, നിങ്ങൾക്ക് രാവിലത്തെ പാട്ടുകൾ അറിയാമോ? നാളെ പാട്ട് പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. രാവിലെ പല പാട്ടുകൾ പാടും. രാവിലെ പാടുന്നില്ലല്ലോ ആരും. ഞങ്ങളൊക്കെ പാടുമ്പോ രാവിലെ പാടുന്ന പാട്ടില് ഒരു വരിയുണ്ട്. 4-ാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. 4-ാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ. യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ. 4-ാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. 4-ാം യാമത്തിൽ ഉണർന്നവർ മോദമോടെ വാഴ്ത്തുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിനെ 3 മണി. ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിനെ 3 മണി ആയപ്പോൾ ദൈവം ഒരു നോട്ടം നോക്കി മിസ്രയീമിയ സൈന്യത്തെ. ഇവൻ 600 ഇരുമ്പരഥങ്ങളുമായിട്ടാ പുറകെ വന്ന്. സെലക്റ്റഡ് ആയിട്ടുള്ള 600, അങ്ങനെ 14-ാം അധ്യായത്തിൽ കിടക്കുന്നേ. സെലക്ട് ചെയ്ത ഒരു 600 ഇരുമ്പ് രഥങ്ങള്. വായിച്ചു. അല്ല, പറവം പുറകെ വന്നപ്പം അവന്റെ സൈന്യത്തെ പറ്റി അവിടെ കണക്ക് കൊടുത്തിട്ടുണ്ട്. എത്രാം വാക്യമാ? അതാ വായി. പിന്നെ അവൻ രഥം കെട്ടിച്ച് പടച്ചനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും, മിസ്രയീമിലെ സകല രഥങ്ങള്, വിശേഷപ്പെട്ട സെലക്റ്റഡ് ഒരു 600 രഥവും പിന്നെ മിസ്രയീമിലെ ബാക്കി രഥവും അവയ്ക്ക് വേണ്ടത് തേരാളികളെയും അപ്പൊ വിശേഷപ്പെട്ട 600 രഥങ്ങളും ബാക്കി മുഴുവൻ രഥങ്ങളും തേരാളികളും സകല സജ്ജീകരണമായിട്ടാ പുറപ്പെട്ടത് ദൈവജനത്തിന്റെ പിന്നാലെ. തമ്പുരാൻ ഇവര് ഇസ്രായേൽ മക്കൾ ചെങ്കടലിലോട്ട് ഇറങ്ങി മുമ്പോട്ട് പോകുന്നു. പുറകെ പറവോന്റെ സൈന്യവും ഇറങ്ങി. ഇസ്രായേൽ മക്കളെല്ലാം മറകര കയറിയപ്പോ തമ്പുരാൻ 3 മണിയായപ്പം മിസ്രയീമ സൈന്യത്തെ നോക്കി. വിശേഷപ്പെട്ട 600 ഇരുമ്പരഥങ്ങളും
പിന്നെ തേരും കുതിരയും കുതിരപ്പടയാളികളും മുഴുവൻ ഈ നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ സംഭവിച്ചതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. വായിച്ചേ അമ്മാമേ. പ്രഭാതയാമം 24-ാം വാക്യം. പ്രഭാതയാമത്തിൽ നോക്കി കഴിഞ്ഞപ്പോ ഇതെല്ലാം താറുമാറായി. പിന്നെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. സ്തോത്രം. ദൈവം തമ്പുരാൻ കരുണയുടെ നോട്ടമല്ല, കോപത്തിന്റെ നോട്ടമാണ്. ദീർഘവർഷങ്ങളായി സ്ത്രീമക്കളെ പീഡിപ്പിച്ച വൈരിയെ തമ്പുരാൻ നോക്കി രഥത്തിന്റെ ഓട്ടം തെറ്റി, സ്പീഡ് കുറഞ്ഞു, കൂട്ടിമുട്ടി, കുഴഞ്ഞ് സകല എണ്ണത്തെയും തകർത്തു. സ്തോത്രം, സ്തോത്രം. ഇവര് പുറകെ വന്നത് ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള. അങ്ങനെ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു. ഇനി അടുത്ത വാക്യം 9. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും എന്നൊക്കെ പറഞ്ഞ പുറകെ വരുന്നത് ദൈവമക്കളുടെ പുറകെ. തമ്പുരാൻ പ്രഭാതയാമത്തിൽ നോക്കിയപ്പോ രഥത്തിന്റെ ഓട്ടവും തെറ്റി താറുമാറാക്കി. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നീ വിശ്വസ്തയോടെ പ്രമാണപ്രകാരം നിന്നാൽ നിന്നെ സംരക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഭീകരമാം ചെങ്കടലും മിശ്രമിൻ സൈന്യ നിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ ഭീകരമാ ചെങ്കടലും മിശ്രയും സൈന്യ നിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ യജ്ഞത്തിൻ ദോഷം ഉല്ലാസമോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുവീരം മഹത്വരാധന സേനയിൽ വീരനായി അഭയം താനവർക്കെന്നൂടെ. മഹത്വരാധന സേനയിൽ വീരനായി അഭയം താനവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ. കുഞ്ഞാട്ടിനിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ. കുഞ്ഞാട്ടിനിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ഈ പ്രഭാതയാത്ര ദൈവം നോക്കി രഥത്തിന്റെ ഓട്ടം തെറ്റി. അക്കരെ കയറിയ ദൈവമക്കൾ പുറകോട്ട് നോക്കിയപ്പോൾ ചത്തു മലന്ന് കിടക്കുക സകലതും. ഈ കാഴ്ച കണ്ടാൽ ആരാ അടങ്ങിയിരിക്കുന്ന സഹോദരന്മാരെല്ലാം കൂടെ പാട്ട് പാടി. അതാ പുറപ്പാട് 15-ന്റെ 1 മുതൽ പുറപ്പാട് 15-ന്റെ 19 വരെ സഹോദരന്മാര് പാട്ട് പാടി. 20-ാമത്തെ വാക്യത്തിൽ മിരിയാം തപ്പടത്ത് നൃത്തം ചെയ്ത് പാട്ട് പാടി, കൂടെ സഹോദരൻ. അങ്ങനെ 20, 21 അങ്ങനെ ഇവര് പാട്ടുമൊക്കെ പാടി ഭയങ്കര സന്തോഷവും ഉല്ലാസവും ആർപ്പും. ഇവരുടെ പ്രകൃതി ഞാൻ പറഞ്ഞത്, ദൈവം തമ്പുരാൻ ഇവരെ കൊണ്ടുവന്നപ്പോൾ ഇവർ സത്യം ചെയ്തില്ല, പൊറുതി മുട്ടാനുള്ളതിൻ്റെ ഒരു കാരണം വല്ലതും കിട്ടുകയാണെങ്കിൽ ഭയങ്കര തുള്ളലും ചാട്ടുമോ. എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത വന്നാൽ ഉടനെ തനിനിറം വെളിപ്പെടും. അപ്പൊ ചെങ്കടൽ കിടന്നപ്പോൾ പുറകോട്ട് നോക്കിയപ്പോൾ പറവോനും സൈന്യവും ചത്തു മലച്ചു കിടക്കും. ഉടനെ തന്നെ ഉണർവ്, ഭയങ്കര പാട്ടും പോണ്ടല്ലോ. സ്തോത്രം. ഭയങ്കര പാട്ടും ചാട്ടും. അത് കഴിഞ്ഞ് ഈ ശൂർമരുഭൂമി വന്നു. അന്നേരം നേരെ പ്ലേറ്റ് തിരിച്ചു. 22 മുതൽ വായിച്ചേ 15-ന്റെ.
അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടന്ന് പ്രയാണം ചെയ്തവർ ഷൂർ മരുഭൂമി ചെന്ന് 3 ദിവസം വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിൽ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞിരുന്നത് കയ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പുറപ്പെടുത്തവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചു കൊടുത്തവ ഇത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. അവിടെ വെച്ച് അവനക്ക് ചട്ടവും പ്രമാണവും കൊടുത്തതിൻ്റെ ദൈവമായ യഹോവയുടെ വാക്കുന്ന ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തി യാതൊരു വ്യാധികളും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന. 27-ാം ഭാഗത്ത് പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറും 70 ഈന്തപ്പനി ഉണ്ടായിരുന്നു. അവിടെ അവർ വെള്ളത്തിനിരിക്കെ പാളയം ഇറങ്ങിയെന്ന്. അപ്പൊ ഈ 15-1 മുതൽ 19 വരെ സഹോദരന്മാര് പാടി. 20-21 വാക്യത്തിൽ സഹോദരിമാര് പാടി ഭയങ്കര ഉണർവ്. 22 വന്നപ്പോ നേരെ ഷൂർ മരുഭൂമിയിൽ വെള്ളമില്ല. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാന് സഞ്ചരിച്ചു. 4-ാം പൊക്കം വെള്ളമുള്ളൊരു മാറയിലെത്തി. വെള്ളം ഉണ്ടെങ്കിലും കുടിക്കാനൊക്കുന്നില്ല, കയ്പ്. അതുകൊണ്ട് അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. മാറയിലെത്തിയാറെ മാറയിൽ വെള്ളം കുടിപ്പാൻ അവർക്ക് അല്ലല്ല, മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം അവർക്ക് കുടിപ്പാൻ പിറുപിറുത്തു. ഉടനെ പ്രശ്നമായി, ഉടനെ പ്രശ്നം ഉണ്ടാക്കി. ചെങ്കടൽ കടന്ന ഉടനെ പ്രശ്നമായിരുന്നോ ആരാധന? നിങ്ങൾ പറ. ചെങ്കടൽ കടന്ന ഉടനെ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ചെങ്കടൽ കടന്ന ഉടനെ പ്രൈസ് ആൻഡ് വർഷിപ്പ്. അതിന് സെലക്റ്റഡ് ആയിട്ടൊരു 3-4 പേരെയും കൊണ്ടുവന്ന് അവരെല്ലാം കൊണ്ട് നിന്ന് ഭയങ്കര അങ്ങനെ ഇപ്പോഴത്തെ പ്രൈസ് ആൻഡ് വർഷിപ്പ്, നോൺ സ്റ്റോപ്പ് വർഷിപ്പ്, ഒരു നിയന്ത്രണവും ഇല്ല. നോൺ സ്റ്റോപ്പ് മനസ്സിലാകുന്നില്ലേ? ചെങ്കടൽ കടന്ന ഉടനെ ഭയങ്കര ആരാധന. മാറി വന്നപ്പം ആരാധനയും പാട്ടും നിർത്തി. പ്രശ്നമായി. പിന്നെ അതോടനെ പരിഹരിച്ച് എലീമി കൊണ്ടുവന്ന സമൃദ്ധി. 12 നീരറും 70 അവിടെ വെച്ച് സന്തോഷം. മാറ എലീം കഴിഞ്ഞ് പിന്നെ സീനിലോട്ട് വന്നു. സീനായി അതിന്റെ ഭാഗത്തേക്ക് വന്നപ്പോ പിന്നെ 16-1 സീൻ മരുഭൂമിയിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് പിന്നെയും പ്രശ്നം. നിങ്ങൾ ഓർഡർ പഠിക്കണം. ചെങ്കടൽ കടന്നപ്പം തപ്പെടുത്ത് നൃത്തം. ഷൂറി വന്നപ്പം പ്രശ്നം. മാറ വന്നപ്പോൾ വീണ്ടും പ്രശ്നം. അത് കഴിഞ്ഞപ്പോൾ എലീമി കൊണ്ടുവന്ന സമൃദ്ധി, സന്തോഷം. പിന്നെ ഇപ്പൊ സീൻ മരുഭൂമി വന്ന് പിന്നെയും പ്രശ്നം. ദൈവം അങ്ങ് പൊറുതി മുട്ടി. അതുകൊണ്ടാണ് സത്യം ചെയ്തത്. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. അടുത്ത വാക്യം വായിച്ച ഞങ്ങള് അതാ ഇരിക്കേണ്ടടുത്തൊന്നും അല്ല ഇരിക്കേണ്ടത്. ചുമ്മാ പോയി ഇരിക്കുന്നേ ഉള്ളു. റജകാലത്തിന്റെ എങ്ങനുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിക്കണമെന്ന് യാതൊരു താല്പര്യവും. ചിലട്ട് സംസാരിച്ചപ്പോ എൻ്റെ ഭാഷ എനിക്ക് ജീവിക്കണമെന്ന് ഒരു താല്പര്യവും ഇല്ല. ഞാൻ പിന്നെ കൊച്ചിനെ ഓർത്താ അതിനെ ആരുടെയും കയ്യിലൊന്ന് പിടിച്ചു കൊടുത്തേച്ച് എൻ്റെ കണ്ണൊന്ന്. ഇപ്പോഴത്തെ കൊച്ചുങ്ങളെ പിടിച്ചു കൊടുക്കണ്ട, അവർ തന്നെ പിടിച്ചോണ്ട് പൊക്കോളും. അവരെല്ലാം സെലക്ട് ചെയ്ത് നീ പിടിച്ചു കൊടുക്കാൻ ഇരിക്കുക. നല്ല ചേലായി. മറൈൻ ഡ്രൈവിലൊക്കെ പോയി നോക്കണം, അവർ തന്നെ കൈ പിടിച്ചോണ്ടതില്. ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടിയെ വന്നപ്പം പകലായിട്ട് ഈ കളി. എന്നാ സന്ധ്യ ആണേലും പണ്ടൊക്കെ ഒരു പെൺകുട്ടി ഒരു പുരുഷനുമൊക്കെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അടുത്ത് നിന്ന് വർത്താനം പറന്നു തന്നെ പേടിയാ. ആരെല്ലാം കാണും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇപ്പൊ നമ്മളിത് കണ്ടേച്ച് നമ്മൾ പെട്ടെന്ന് കണ്ണടച്ചേച്ച് പോകുന്നതായിരിക്കും. അതെ, കൊച്ചുങ്ങൾക്കൊന്നും യാതൊരു ഭയമോ. നമുക്കിപ്പോ ഒന്നും പറയാനും ഉടനെ തന്നെ കേസെടുക്കുക. അവരുടെ എന്തുവാ അതിന് പറയുന്നത്, വ്യക്തി സ്വാതന്ത്ര്യത്തെ പാസ്റ്റർ ഹനിക്കാനായിട്ട് പരിശ്രമിച്ചു. ഉടനെ ഒരു വകുപ്പ് കൂടെ 334 നമുക്ക് തന്നെ അതുപോലും
ബന്ധം വിടുക. സ്തോത്രം. അതുകൊണ്ട് കണ്ണടയുന്നതിന് മുന്നേ പിടിച്ചു കൊടുക്കാനിരിക്കാന്ന് പറയണ്ട. അവരതിൻ്റെ കാര്യങ്ങളെല്ലാം. പിന്നെ നിന്നോട് ഡേറ്റ് പറയുകയാന്നേ നീ ഭാഗ്യവാൻ. നിനക്ക് കൊച്ചുങ്ങൾ പറയാം മാർച്ച് 12 കല്യാണം, മമ്മിക്കും പപ്പായ്ക്കും സമയമുണ്ടെങ്കിൽ. അങ്ങനെ പിള്ളേർ പറയാന്നേ മഹാഭാഗ്യം. ഒന്നുമില്ല, കൊച്ചുങ്ങളുടെ കല്യാണത്തിന് കൂടാനെങ്കിലും. സ്തോത്രം. വല്ലാത്ത കാലമാണ്. ഇവരെന്നും പ്രശ്നമാണ്. ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുകയാണ്. ചുമ്മാ അങ്ങ് പണ്ടപ്പരപ്പ് പറഞ്ഞങ്ങ് പ്രശ്നം. ദൈവം അങ്ങ് പൊറുതിമുട്ടി വരെ കൊണ്ട്. അന്നേരം തമ്പുരാൻ പറഞ്ഞ സമാധാനപ്പെടുന്നു പറഞ്ഞ് മന്ന കൊടുത്ത് 16:31 വായിച്ചു. 16:31 മന്ന. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടി ചേർത്ത ദോശ കൊടുത്ത് രുചി. ഇത് സൂക്ഷിച്ചും വെക്കണം. അപ്പൊ പിന്നെ ഉണർവായി. മന്ന കിട്ടിയില്ലേ? മന്ന കൊടുത്തു. ഈ മന്ന കൊടുത്ത് മന്നയെല്ലാം ഭക്ഷിച്ച് ബലപ്പെട്ടു. അന്നേരം ഇവര് പിന്നെ രഭീദിമി വന്നു. അന്നേരം പിന്നെ ഉടക്ക് വായിച്ച് വായിക്കാൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം പ്രയാണങ്ങൾ രഫീദീമിലെത്തി പാളയം ഇറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് പിന്നെയും പ്രശ്നം. ഇവരുടെ സ്വഭാവമായി പറഞ്ഞത് രഭീദീമി വന്നോ പിന്നെ പ്രശ്നം, ഭയങ്കര പ്രശ്നം. പിന്നെ തമ്പുരാൻ ഉടനെ അത് എല്ലാം പരിഹരിച്ച് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് ഇവര് പിന്നെയും പ്രശ്നമായി. ഇവര് പ്രശ്നക്കാരാ. അവിടെ വന്ന പ്രശ്നം കഴിഞ്ഞ് പിന്നെ അത് പരിഹരിച്ച് അങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞപ്പോ ഇവര് പിന്നെ ഇറച്ചിക്ക് ബഹളം ഉണ്ടാക്കി. ഇറച്ചി തന്നില്ലേ കൊല്ലുവെന്നും പറഞ്ഞ് മോശയോട്. അന്നേരം മോശ ദൈവത്തോട് പറഞ്ഞ് ഇറച്ചി കൊടുത്തില്ല കൊല്ലുവെന്ന്. തമ്പുരാൻ പറഞ്ഞു കൊടുത്തേക്കാം, ഇനിയിപ്പോ അതൊരു പ്രശ്നം വേണ്ട. രാത്രി കാറ്റടിപ്പിച്ചു, കടലിൽ കാറ്റടിപ്പിച്ചു. ദിവ്യാതന്റെ തല തകർത്തുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു എന്തു ആയിക്കോട്ടെ, കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് പാളകത്തിന് വേണ്ടി പറത്ത് നിർത്തി, ഒരു മഴ ഉയരത്ത് നിർത്തി, എത്തിപ്പിടിച്ച് ചിക്കി തിന്നാൻ പറഞ്ഞ് മുഴുവനും തിന്നു. ഇഷ്ടം പോലെ അങ്ങ് തിന്നുക. ചിലക്ക് ഇതിന് യാതൊരു കൺട്രോൾ ഇല്ലാത്തവരുണ്ട്. ഇത് കടലുമായിട്ട് ബന്ധമുണ്ടെന്ന പൊഴിയെന്നല്ലേ പറയുന്നത്? അല്ല, കടലുമായിട്ട് ബന്ധമുള്ള സ്ഥലം. ഒരുമാതിരിപ്പെട്ടതെല്ലാം പൊഴിയാ. ഇഷ്ടംപോലെ കാടപ്പക്ഷി ഇങ്ങനെ എത്തിപ്പിടിക്കുക, ചിക്കി തിന്നുക, എത്തിപ്പിടിക്കുക, ചിക്കി തിന്നുക, എത്തിപ്പിടിക്കുക, ചിക്കി തിന്നുക, എത്തിപ്പിടിക്കുക. ആ പുസ്തകത്തിൽ അങ്ങനെ എത്തിപ്പിടിച്ചു. അങ്ങനെ എഴുതി. ഇഷ്ടം പോലെ കൊടുത്തു. തിന്ന് തിന്ന് മൂക്കിക്കൂടെ ചാടി. വേറെ ഭാഗത്ത് ഓക്കാനം വന്നു. പക്ഷെ തിന്ന് ജീവിക്കുകയല്ല, തിന്ന് ചാകുകയായിരുന്നു. ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ബാധ വന്നു. കാരണം ഇവര് പ്രശ്നക്കാര, മുഴുവൻ പ്രശ്നമായി വരും. ഇന്നത്തെ ഭാഗമൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇങ്ങനെ ഇവര് പ്രശ്നമുണ്ടാക്കി. അതിനിടയ്ക്ക് ഇവര് സഭയിലും പ്രശ്നമുണ്ടാക്കി. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് സഭ ഇങ്ങനെ കൂടിക്കൊണ്ട് നിന്നമാര് പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുക. മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് കൂട്ടായ്മ കൂടിയെന്നല്ല എഴുതിയേക്കുന്നത്, കൂട്ടം കൂടിയെന്ന്. വായിച്ചേ സംഖ്യാപുസ്തകം 16 എടുത്ത്. സംഖ്യ 16. കൂട്ടായ്മ കൂടുകയായിരുന്നെങ്കിൽ ആട്ടെ, ഇവര് കൂട്ടായ്മ കൂടിയല്ലോ, നല്ല കാര്യം. ഇത് കൂട്ടായ്മയല്ല, കൂട്ടം കൂടിയെന്ന. സംഖ്യ 16 ഒന്ന് വായിര്. ഇല്ലേ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ പുസ്തകം, അങ്ങനെ അതിന്റെ ഓർഡർ. വായിച്ചോ സഹോദരി, വായിര്. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിന്റെ മകനായ ഇസഖാരിന്റെ മകൻ, അപ്പൊ ലേവിയുടെ മകനാകുന്ന കെഹാത്തിന്റെ മകനാകുന്ന ഇസഖാരിന്റെ മകനാകുന്ന കോരക്, കുറഞ്ഞ പുള്ളിയല്ല, കോരക് നല്ല കനമുള്ളവനാ കോരക്. പിന്നെ ആ രൂപേൻ ഗോത്രത്തിൽ, അത് യാക്കോബിന്റെ ആദ്യത്തെ മകനാ രൂപൻ, ആദിജാതന. രൂപേൻ ഗോത്രത്തിൽ
ഏലിയാബിന്റെ പുത്രന്മാരായ ദാദാൻ, ആ ആ ആ സഭാപ്രധാനികള് സംഘ സദസ്യന്മാരുമായ ആ ആ കൂട്ടം കൂടി, കൂട്ടായ്മ കൂടിയെന്നല്ലോ, കൂട്ടം കൂടി. അതാ പ്രശ്നം ഉണ്ടാക്കുക. ഇവര് മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് കൂട്ടം കൂടി. എല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നേ ഗുണം വന്നേനെ. ഇത് പ്രാർത്ഥിക്കുകയല്ല, കൂട്ടം കൂടി. ശുശ്രൂഷയ്ക്കെതിരെ ഭയങ്കര പ്രശ്നം. ഈ കൂട്ടം കൂടിയപ്പോ മോശ എന്തുവാ ചെയ്തത്? മോശ ഉടനെ അപ്പുറ കൂട്ടം കൂടിയെന്നാ. അങ്ങനെയാണോ? അല്ലല്ലോ. 4-ാം വാക്യം വായിക്കും. അതാ മോശയുടെ വിശേഷത. ഇവരപ്പുറം ഇരുന്ന് കൂട്ടം കൂടിയപ്പോൾ മോശ ഉടനെ ബാക്കിയുള്ളവരെയും വിളിച്ച് ഇപ്പറ കൂട്ടം കൂടിയില്ല, മോശ കവിണ്ണ് വീണു. അപ്പൊ ചുരുക്കി ഞാനിതെല്ലാം എടുത്ത് വായിപ്പിച്ചത് ഇവരങ്ങ് പ്രശ്നക്കാരാ. അതുകൊണ്ട് ആവർത്തനത്തിൽ വായിച്ചത് യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞു പോയെന്ന, സത്യം ചെയ്തതുപോലെ. അങ്ങനല്ലേ നമ്മൾ ആവർത്തനം 2:13-14 വായിച്ചത്? ഞാൻ കാരേശ് പറഞ്ഞ പുറപ്പെട്ടത് മുതൽ സേരേദത്തോട് കിടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ മുടിഞ്ഞു പോയി. അപ്പൊ സത്യം ചെയ്തതുപോലെ മുടിഞ്ഞെന്ന, സത്യം ചെയ്യാൻ കാര്യം അങ്ങ് പൊറുതി മുട്ടി. എവരെ കൊണ്ടങ്ങ് എന്നും പ്രശ്നമാണ്. വല്ലതും കിട്ടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്തെങ്കിലും ഒരു ഇച്ചിരി വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുമോ, മന്നയ്ക്കൽപ്പം ഒരു ഷോർട്ടേജ്, മന്നയ്ക്ക് ഒരു ഷോർട്ടേജും വന്നില്ല, എന്നും കിട്ടുന്നുണ്ട്. കാടയ്ക്ക് അല്പം ഷോർട്ടേജ് വരും, എന്തേലും വന്ന ഉടനെ പ്രശ്നമാണ്. അങ്ങനെ ദൈവം ഇവരെ കൊണ്ടങ്ങ് പൊറുതി മുട്ടേച്ച് തമ്പുരാനങ്ങ് സത്യം ചെയ്തു. വായിച്ചേ 95-ാം സങ്കീർത്തനം 10-ാം വാക്യം. ദൈവം ചെയ്ത സത്യം. 95-ാം സങ്കീർത്തനം 10-ാം വാക്യം. ആ 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ. അതാ സത്യം. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം. 40 കൊല്ലം, 1-2 കൊല്ലമല്ല, ഒന്നും വഹിക്കാൻ പറ്റുകയില്ല. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ട്, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം. അപ്പൊ ഇവരുടെ ഹൃദയം അങ്ങനെ തെറ്റിപ്പോകുന്ന. ഈ 95-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന, അത് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കുമ്പോൾ തെറ്റിപ്പോയി. എന്നാൽ ഈ വിഷയം പൗലോസ്ലീഗ എടുത്ത് പറയാ തെറ്റിപ്പോകുന്ന ഹൃദയം എന്നില്ല, എപ്പോഴും തെറ്റിപ്പോകുന്നെന്ന്. വല്ലപ്പോഴും ഒന്ന് തെറ്റുകാന്നെ ചേട്ടന്റെ മോടെ കല്യാണം, വീട്ടുകാരെല്ലാം കൂടെ കൂടി. അപ്പൊ അനിയനെയും കൂടെ വിളിച്ചു, അനിയത്തെയും വിളിച്ചു, എല്ലാവരും കൂടെ കൂടി. അല്ല, പിള്ളേരെല്ലാവരും കുടുംബക്കാരെല്ലാം കൂടെ കൂടിയപ്പോൾ അവര് വീട്ടിൽ തന്നെ ചെയ്തു. വീട്ടിൽ തന്നെ ഒന്നും അറിയാൻ മേല. വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ അപ്പൊ അനിയൻ പെന്തിക്കോസിലാന്ന് അറിയാമെങ്കിലും എല്ലാവരും കൂടെ കുടുംബക്കാരെല്ലാം കൂടെ സന്തോഷിച്ചപ്പോൾ ഒരല്പം പറ. അപ്പൊ ആദ്യം അനിയൻ പറഞ്ഞു, വേണ്ടാടാ, ഞാൻ സഭയിലൊക്കെ പോകുന്നു. അത് സഭയിൽ പോയി. നമ്മളെല്ലാവരും ഒന്നിച്ചൊന്ന് എത്ര നാൾ കൂടിയിരുന്നാ നമ്മളൊന്ന് പിന്നെ കർത്താവും കാനായി വെച്ച് മാറ്റാനുള്ളതിന്റെ കുറുവാക്യമല്ലേ? മാറ്റി കർത്താവ് മാറ്റിയില്ലേ? സ്തോത്രം. ഇനി ആട്ടെ, തെറ്റിപ്പോയി.
എപ്പോഴും തെറ്റുകാന്നല്ലോ. തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന അങ്ങനെ ഒന്നുകൂടെ വായിച്ചാ. എനിക്ക് ആ തലമുറയുടെ നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം എന്നും. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം, അങ്ങനെ ഇവിടെ. എന്നാൽ പൗലോസ്ലീഹ ഈ വിഷയം എടുത്തു പറഞ്ഞപ്പോൾ തെറ്റിപ്പോകുന്ന ഹൃദയം എന്നല്ല, എപ്പോഴും തെറ്റിപ്പോകുന്നെന്ന്. അങ്ങനെ വായിച്ച എബ്രായ ലേഖനം 3:10, എബ്രായർ 3:10. അതുകൊണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും. എപ്പോഴും അങ്ങ് തെറ്റിപ്പോവുക. സ്തോത്രം. എപ്പോഴും അങ്ങനെ തെറ്റുന്നു. സ്തോത്രം. പണ്ട് ഒരാള് കൽപ്പനാലംഘനം നടത്തിയപ്പോൾ നമ്മുടെ ഒരു ആളിനോട് പറഞ്ഞു, ഓ അത് പുള്ളിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞു. പുള്ളിക്കൊരു അബദ്ധം. അപ്പൊ നമ്മുടെ ആ ആള് നല്ല മിടുക്കനാ. പുള്ളി പറഞ്ഞു, അതാന്നോടാ അബദ്ധം. പിന്നെ ഈ കൽപ്പനാലംഘനത്തിന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് അവർ തമ്മിലൊരു ധാരണ വന്നു. അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഈ പായെ തട്ടി ഞാൻ ഉരുണ്ട് വീണത്. അത് അബദ്ധമാണ് അല്ലേ? അത് അബദ്ധം. നിങ്ങൾ യോഗത്തിനിടയിൽ ഇരുന്ന് ഉറങ്ങി, ഞാൻ കണ്ട് ഉറങ്ങുന്നതൊക്കെ, ഉറങ്ങിയപ്പം തൂങ്ങി വന്നപ്പോൾ അങ്ങ് താഴോട്ട് പോന്നു. അത് അബദ്ധമാണ്. ഞാൻ കണ്ടു, വീടരുതേ, അത് ഞാൻ കണ്ടു. അത് അബദ്ധമാണ്. അല്ല, ഉറക്കം തൂങ്ങി ജോലിയുടെ തിരക്കും ഒക്കെ അബദ്ധം. അതിന് അബദ്ധം എന്ന് പറയാം. ഉറക്കപ്പുറത്ത് കാല് തട്ടി, അതാ അബദ്ധം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൽപ്പനാലംഘനം നടത്തിയാണോ അബദ്ധം? അവൻ അവളെ ഫോൺ ചെയ്ത് രണ്ടുപേരൂടെ സംസാരിച്ചൊരു ധാരണ വന്നു. അത് കഴിഞ്ഞ് അവൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം പലതും എല്ലാം ഒതുക്കിയും ക്രമീകരിച്ച് കുളിച്ച് വസ്ത്രമെല്ലാം മാറി വണ്ടിയെടുത്ത് കാറെടുത്ത് 34 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് വലിയ സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് രണ്ടുപേരും കൂടെ സമ്മേളിച്ച്. അപ്പോൾ ഈ 34 കിലോമീറ്ററുള്ള വണ്ടി ഓടിച്ചപ്പോഴും ഗിയർ മാറിയപ്പോഴും ഈ ഫോൺ ചെയ്തപ്പോഴൊന്നും ദൈവം ഇടപെട്ടില്ലേ? അത് അബദ്ധമല്ല, മനഃപൂർവമാണ്. അത് അബദ്ധമല്ല, മനഃപൂർവം. സ്തോത്രം. ഇത് എപ്പോഴും അങ്ങ് തെറ്റിപ്പോവുക. അബദ്ധത്തിൽ വന്നതല്ല, എപ്പോഴും തെറ്റുക. ഇത് എപ്പോഴും തെറ്റുന്നത് കൊണ്ട് തമ്പുരാൻ ഇവരെ കൊണ്ട് പൊറുതിമുട്ടി. അല്ല, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഓടിച്ചു പറയാം, ഈ സത്യം ദൈവത്തിന് നിറവേറ്റണം. ഇവരെ കൊണ്ട് പൊറുതിമുട്ടി. എൻ്റെ മെയിൻ വിഷയം, ഇവർക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ലെന്ന്. വെറുതെ വേഷം കെട്ടി നടക്കുന്നതല്ലാതെ ദൈവമായിട്ട് ഒരു വിശ്വാസവും ഇല്ല. ഒരു പ്രശ്നക്കാരാ. അപ്പൊ 40 ആണ്ട് ആ തലമുറകൾ നീരസം വന്ന് തമ്പുരാൻ സത്യം ചെയ്തു, ഇവരാരും എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. കോപത്തിൽ, ക്രോധത്തിൽ. ഈ സത്യം നിറവേറ്റാനാ ഈ 38 കൊല്ലം വിട്ട് കറക്കിയത്. ഈ കറക്കിയ 38 കൊല്ലത്തിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും മരുഭൂമിയിൽ പട്ടുപോയി. ആ പട്ടുപോയ സ്ഥലമായിരുന്നു കാദേശ്. കാദേശ് നടുങ്ങിയെന്നില്ലേ നമ്മുടെ കുറുവാക്യം? യഹോവയുടെ ശബ്ദം മരുഭൂമിയിൽ നിലക്കുന്ന യഹോവ കാദേശ് മരുവിനെ നടുങ്ങാനുള്ളതിന്റെ ഒന്നാമത്തെ കണ്ണ് ഇറങ്ങിത്തിരിച്ച യോദ്ധാക്കളാകുന്ന തലമുറയിൽ സിംഹഭാഗവും പട്ടുപോയ സ്ഥലമാ കാദേശ്. നടുങ്ങിപ്പോയി. സ്തോത്രം. പേടിച്ച് വിറച്ചു പോയി. അത് നടുങ്ങാനുള്ള കാരണം, എല്ലാം രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടതാ, അഭിഷേകവും പ്രാപിച്ചതാ, മഞ്ഞയും തിന്നതാ, മേഘത്തിന്റെ കീഴിലായിരുന്നു, അഗ്നിസ്തംഭം കണ്ടതും അനുഭവിച്ചതാ. പക്ഷേ പട്ടുപോയി.
പെന്തിക്കോസ് വന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്, നല്ലതാ. പക്ഷെ ഇത് പ്രമാണപ്രകാരം നിൽക്കണം ഇതിനകത്ത്. മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആകാരം നിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ഈ ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തെളിയിട്ട കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുതെന്ന. അപ്പം അങ്ങനെ യോദ്ധാക്കളാകുന്ന തലമുറ മുഴുവൻ പട്ടുപോയ സ്ഥലമാണ് കാദേശ്. നടുങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ ആത്മാവിനെ പ്രാപിച്ചെന്ന് പറഞ്ഞത് കൊണ്ടോ അനുഭവിച്ചത് കൊണ്ടും മാത്രമായില്ല. വിശ്വസ്തയോടും വിശുദ്ധിയോടും വേർപാടോടും പ്രമാണത്തിൽ നിൽക്കണം. നിന്നില്ലെങ്കിൽ പാട്ടുപോകും. ഒരു കുഞ്ഞുങ്ങൾ പോലും പാട്ടുപോകരുത്. ഈ സഭയിൽ വരുന്നവർ, ഈ കൃപയിൽ വന്ന ആരും നശിച്ചു പോകരുത്. ആരും അങ്ങ് എത്താതിരിക്കരുത്. ഇവിടെ അധികം വലിയ സമ്പത്തോ ചുറ്റുപാടോ ഒന്നും ലഭിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും അങ്ങ് കാണണം. സകല ആൾക്കാർ നിത്യതയെ കാണണം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താനി നീ അല്പദൂരം മാത്രമേ. നിത്യ വീട്ടിലെത്താനി നീ അല്പദൂരം മാത്രമേയോ അസമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. അസമയം പാഴാക്കാതെ ഉണർന്നു കൊള്ളുക. ഓ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഓ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാര്യം പിടിച്ചനുദിന മരുഭൂവിൽ നടത്താമെന്നുരജവൻ ഒരു നാളും മറക്കുകയില്ല. എന്റെ കാരം പേടി അനുദിനം മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ഈ സ്ഥലം കാദേശ് നടുങ്ങാനുള്ള ഒന്നാമത്തെ കാരണം, ഇറങ്ങിത്തിരിച്ചവരിൽ യോദ്ധാക്കളാകുന്ന തലമുറ മുഴുവൻ പട്ടുപോയി, നടുങ്ങി. ഒരു കുഞ്ഞുങ്ങൾ പോലും പട്ടുപോകരുത്. ആരും നശിച്ചു പോകരുത്. ഈ കൃപയിൽ വന്നെ ആർക്കും ദോഷമുണ്ടാകരുത്. എല്ലാവരും അങ്ങ് ചെല്ലണം. ഓടിച്ചവസാനിപ്പിച്ച് നിർത്താം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി നടുങ്ങാനുള്ളതിന്റെ രണ്ടാമത്തെ കാരണം മോശയുടെ അഹരോന്റെയും മൂത്ത പെങ്ങളാകുന്ന മിറിയാം മരിച്ചത് ഈ കാദേശ് വെച്ച. മിറിയാം മരിച്ചത് കാദേശ് വെച്ച. മിറിയാമിനെ പറ്റി ഒരു ചെറിയ പഠനം, വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, പഠനം. ഒന്ന്, വീട്ടിലെ ഏറ്റവും മൂത്തത, സഭയിലെയും ഏറ്റവും മൂത്തത. 3, മീഖാപ്രവചനമൊക്കെ പഠിച്ചാൽ മിസ്രൈമിലെ സുവിശേഷ വിലയ്ക്ക് മിരിയാമും കൂടെ ഉണ്ടായിരുന്നെന്ന. ഇങ്ങനെ വാക്കിയത്, ഞാൻ മോശേനെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ അടുക്കൽ അയച്ചെന്ന. അപ്പൊ സുവിശേഷ വേലയ്ക്കും അമ്മാമ്മ ഫ്രണ്ടിലുണ്ടായിരുന്നു. അമ്മാമ്മ ഒറ്റയ്ക്ക് പരസ്യയോഗം നടത്തും, കൺവെൻഷന് പ്രസംഗിക്കും, അമ്മാമ്മ സ്റ്റേജിൽ കയറി പാട്ട് പാടും. നല്ല കാര്യം. അപ്പം മുൻപന്തിയിലായിരുന്നു. വീട്ടിലെ മൂത്തത്, സഭയിലെ മൂത്തത്, സുവിശേഷ വേലയ്ക്കും മുൻപില്. പിന്നെ പ്രവാചകയായിരുന്നു. കാരണം അഹരോന്റെ സഹോദരി മിരിയാം എന്ന അമ്മാമ്മയ്ക്ക് പ്രവചനം ഉണ്ടായിരുന്നു. പിന്നെ സോദരി സമാജത്തിന്റെ പ്രസിഡന്റ് ആകാനാ സാധ്യത. അതുകൊണ്ട് അക്കരെ കയറിയപ്പോൾ അമ്മാമ്മ ആദ്യം തപ്പെടുത്ത്. അപ്പം സോദരി സമാജത്തിന്റെ പ്രസിഡന്റ്. അമ്മാമ്മ ചെറിയ ആളല്ല. അമ്മാമ്മ മെയിൻ അമ്മാമ്മയായിരുന്നു. മെയിൻ അമ്മാമ്മയായതുകൊണ്ട് ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ അമ്മാമ്മയ്ക്ക് കുഷ്ഠരോഗം. അപ്പം ഉടനെ സഭയായിട്ട് പറഞ്ഞു, ഇനി യാത്ര ചെയ്യണ്ട, അമ്മാമ്മയുടെ പ്രശ്നം തീർന്നു കഴിഞ്ഞിട്ട് നമുക്കിനി പറ
അപ്പൊ അമ്മാമ്മ മെയിനാ. സഭയിലെ നമ്പർ 1 താരമാണ് അമ്മാമ്മ. നമ്മുടെ സഭ വലിയ ആർക്കെങ്കിലും അങ്ങനെ തല എവിടെ അങ്ങനെ കിടക്കണ്ട, നമുക്ക് പോയിട്ട് കാര്യമുണ്ടെന്ന് പറയാം. അപ്പൊ അമ്മാമ്മ മെയിൻ ആയതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെല്ലാം ഒത്തിരി ക്വാളിറ്റി ഉണ്ട് മിരിയാമിന്. പ്രവാചകയാ, ഭയങ്കര പ്രവചനമാണ്. ഇങ്ങനെയുള്ള ഈ അമ്മാമയാകുന്ന മിരിയാം മരിച്ച സ്ഥലമാണ് കാദേശ്. നമ്മുടെ വിഷയം കാദേശ് നടുങ്ങാൻ കാരണമെന്നാ. ഒന്നാമത്തെ കാരണം യോദ്ധാക്കളാകുന്ന തലമുറ മുഴുവൻ പട്ടുപോയ സ്ഥലം നടുങ്ങി. 2, മിരിയാം മരിച്ച സ്ഥലമായിരുന്നു കാദേശ്, നടുങ്ങിപ്പോയി. വായിച്ചേ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. നിർത്തിക്കേ. ജനം കാദേശിൽ പാർത്തു, അവിടെ വെച്ച് മിരിയാം മരിച്ചു. മിരിയാം മരിച്ചപ്പോ നടുങ്ങിപ്പോയി. അതാ നീ യഹോവയുടെ ശബ്ദം മരുഭൂമി നടക്കുന്ന യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു എന്ന് പറഞ്ഞ മിരിയാമിന്റെ മരണത്തോടു കൂടി ഇത് പിന്നെ നടുങ്ങി, പേടിച്ചു പോയി. അതിനാ മിരിയാമിന്റെ മരണത്തിൽ കാദേശ് നടുങ്ങാൻ കാരണം. ഒരു എന്താ പറയാം, ആ വാക്യം വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും നടുങ്ങാനുള്ള കാരണം. ഷിനു വായിച്ചേ ഇത് ബൈബിള്. എന്നാ വേണ്ട, അവിടെ എന്ത് പറഞ്ഞ ചൈനി പിന്നെ ഇനി വായിക്കുന്നത് ശരിയാകുക. മിരിയാമിന്റെ മരണത്തിൽ കാദേശ് നടുങ്ങി. മിരിയാം ആരാ? കുടുംബത്തിലെ മൂത്തത്, സഭയിലെ മൂത്തത്, സഹോദരി സമാജത്തിന്റെ പ്രസിഡന്റ്, സുവിശേഷ വേലയ്ക്ക് മുൻപില് മെയിൻ അമ്മാമ്മ, പ്രവാചക, എന്തെല്ലാം ക്വാളിറ്റിയാ. പക്ഷെ അമ്മാമ്മ മരിച്ചത് കാദേശ് വെച്ചാ, നടുങ്ങി. നടുങ്ങാനുള്ളതിന്റെ കാരണവും കൂടെ പറയാം. ഈ പ്രവാചകയായ മൂപ്പത്തിയാകുന്ന മെയിൻ അമ്മാമ്മ മരിച്ചപ്പോൾ നടുങ്ങാൻ കാരണം, ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ നടുങ്ങാനുള്ള കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ വായിച്ചേ. അല്ലല്ല, ഒന്നുകൂടെ ചേർത്ത് ജനം കാദേശിൽ പാർത്തു, അവിടെ വെച്ച് മിരിയാം മരിച്ചു. അടുത്തത് ആ മിരിയാമിനെ കാദേശിന് അടക്കം ചെയ്തു. അടുത്തത് മരിച്ചത് നടുങ്ങാൻ കാരണം ഈ വേദപുസ്തകം പഠിക്കുന്നവർ പറയുന്നത് മിരിയാം മരിച്ചപ്പോ കാദേശ് നടുങ്ങി. മിരിയാം വെള്ളമിറങ്ങാതാ മരിച്ചത്. അവിടെ വെള്ളമില്ലായിരുന്നു. കാദേശിൽ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. നമ്പർ 1 പ്രവാചക, സഭയിലെ മൂപ്പത്തിയ, കുടുംബത്തിലെ മൂപ്പത്തിയ, സുവിശേഷ വേലയ്ക്കും അമ്മാമ്മ ഫ്രണ്ടിലായിരുന്നു. പക്ഷെ ചത്തത് അങ്ങനെ വെള്ളമിറങ്ങ. ഞാൻ ഈ ഭാഗമൊക്കെ പറയുമ്പോ എനിക്ക് ഭയമാ, പക്ഷെ പറയാതിരിക്കാനൊക്കത്തില്ല. പേടിച്ചാ ഇത് പറയുന്നത്. എന്റെ ഗതി എങ്ങനെയാന്നുള്ള ചിന്തയിലാണ് ഞാനിത് പറയുന്നത്. അതെ, ഞാൻ ഭയത്തോടാ പറയാം. ഇത് പറയുമ്പോ എനിക്ക് ഭയമാ. വീട്ടിലെയും സഭയിലെയും എല്ലാ മൂപ്പത്തി, സുവിശേഷ വേലയ്ക്ക് മുൻപത്തിയിലും പ്രവാചക, അവര് വെള്ളം ഇറങ്ങാതെ മരിച്ചു. അപ്പൊ ഇത് പറയുമ്പോ ഞാൻ വളരെ പേടിച്ചാ ഇത് പറയുന്നത്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഗതി വരരുത്. നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണമോ രൂപാന്തരമോ ഗുണീകരണം വരുത്തണേ വരുത്തി ക്രമപ്പെട്ടോണമെന്നായി പറഞ്ഞത്. വെള്ളം ഇറങ്ങാനാ മരിച്ചത്. ഇപ്പൊ ഈ മിരിയാം മരിക്കുന്നത് പോലെ അല്ലെങ്കിലും കാദേശ് വെച്ച് അല്ലെങ്കിലും നമ്മുടെ പെന്തിക്കോസുകാരി സിംഹഭാഗം ആൾക്കാരും വെള്ളം ഇറങ്ങാതാ ഇല്ലേ? അതെ, കാദേശിൽ പോകണമെന്നേ ഉള്ളൂ. മെഡിക്കൽ വലിയ 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 ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി. മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ അവർ അവസാനം മെയിൻ ഡോക്ടർമാർക്ക് അറിയാം ഇനി അധിക സമയം കാണുകയില്ല. അവർ പറയാം കയറി കാണണം, കയറി കണ്ടോ, അല്ലെ അവര് ഇറക്കി തരും, നമ്മളെ കയറ്റി കാണിക്കും. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ മരിക്കാൻ നേരത്ത് ഞാൻ ചെന്ന് കണ്ടു. ഒരു വലിയ വലിയ ഹോസ്പിറ്റലൊന്നും ഇപ്പൊ ഈ ആശുപത്രി എല്ലാം ബിസിനസ് അല്ലേ. അതൊരു ശുശ്രൂഷ നല്ലതാണെങ്കിലും സിംഹഭാഗം ആൾക്കാരും ഇത്
ബിസിനസ്സാ. ഒരാൾക്ക് വയ്യാതെ കൊണ്ട് ചെന്നപ്പോഴേ മരിച്ചു, എന്നാലും അവരുടെ കയ്യിൽ കിട്ടിയതല്ലേ. അവരുടനെ നേരെ സ്ട്രക്ചറെ കടത്തി നേരെ അങ്ങ് ഐസിയിലോട്ട് കയറ്റി. ഉടനെ നമ്മളെ കൊണ്ട് പേര് എഴുതി ഒപ്പിട്ടു. അപ്പം നമ്മൾ ചോദിക്കും എങ്ങനുണ്ട്? ഒന്നും പറയാറായിട്ടില്ല, കാരണം അവർക്ക് കുറച്ച് കാശ് വേണം, അതുകൊണ്ട് ഒന്നും ഇപ്പം പറയാറായിട്ട് അവരവിടെ നിന്ന് തീരുമാനിക്കുക എങ്ങനെ നമുക്ക് ഇതിനെ വെച്ച് കുറച്ച് കാശ് ഉണ്ടാക്കണോ അതോ എങ്ങനെയാണ്. അതാ പറഞ്ഞു ഒന്നും പറയാറായിട്ടില്ല. നമ്മളൊരു 15 പേര് വെളിയിൽ നിൽക്കുക, ആശുപത്രിയുടെ വെളിയിൽ കൊതുകടിയും കൊണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അനൗൺസ് ചെയ്തു, പിന്നെ ക്ലമന്റിന്റെ കൂടെ വന്ന ആരേലും 17 എണ്ണം അവിടെ നിൽക്കുക, പാസ്റ്റർ സഹിതം. ക്ലമന്റ് പിന്നെ ഒന്ന് നമ്മൾ ഓടി വാതൊക്കെ ചെന്നോണ്ട് ചോദിച്ചു ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഞാൻ പാസ്റ്ററാ. ഇതാരാ? അത് പുള്ളിയുടെ അളിയനാ. എന്തുവാ ഡോക്ടർ? മിക്കവാറും ഒരു 7 കുപ്പി രക്തം വേണ്ടി. ഒന്ന് നമ്മൾ വന്ന് അറിയാവുന്ന മുഴുവൻ സ്ഥലത്തും ക്ലമന്റിനെ അങ്ങോട്ട് കയറ്റിയപ്പോഴേ മരിച്ചാ കയറ്റിയത്. പിന്നെ അവര് ആലോചിച്ചു നമുക്ക് ഇച്ചിരി കാശിന് ആവശ്യം. നമ്മൾ വിളിച്ചെല്ലാം ക്രമപ്പെടുത്തി. ഉടനെ പിന്നെ അവർ വിളിച്ചു ക്ലമന്റിന്റെ ആള്. പിന്നെ നമ്മൾ ഓടിച്ചെന്നു, ഡോക്ടറെ എങ്ങനുണ്ട്? ഒന്നും പറയാറായിട്ടില്ല, വലത്തെ കാല് ചെറുതായിട്ടൊന്ന് അനക്കി. നമുക്ക് പ്രതീക്ഷയ്ക്ക് വക തരിക. ഉടനെ നമ്മൾ പറയും എങ്ങനെങ്കിലും ഡോക്ടറെ രക്ഷപ്പെടുത്താം, അതിന് എന്ത് വേണേലും ചെയ്യാം. ഈ ചിലടത്ത് ഇവിടെ പിന്നെ അത്ര ചിലടത്ത് ചെല്ലുമ്പോഴേ ലോഗ്യം ചോദിക്കുന്നത് പോലെ പേരെന്നെ പേര് എന്തൊരു പേര് പറഞ്ഞു. തിരുവിതാംകൂറിലാണെങ്കിൽ സെൻട്രൽ ട്രാവൻകൂറിൽ വെച്ച് പേര് അവറാച്ചൻ, ഇൻഷ്യല് KM അവറാച്ചൻ. കൂടെ ആര് വന്നിട്ടുണ്ട്? കൂടെ വൈഫ് വന്നിട്ടുണ്ട്. വിളിച്ചാട്ടെ വൈഫ് പേരെന്നെ അച്ചാമ്മ അവറ. പിന്നെ എഴുതി മക്കളുണ്ടോ? ഈ ഈ ഗവൺമെന്റിന് പറയും ഉണ്ട്. എത്ര പേരാ? 7 പേര്. അവർ ഡോക്ടർ നമ്മൾ പറഞ്ഞ നല്ല ഡോക്ടർ കേട്ടോ, എല്ലാ കാര്യവും പുള്ളി. വേറെ കാര്യമുണ്ട് അതിനാ. നമ്മൾ പറയും 7 പിള്ളേര്. എവിടെ അവര്? മൂത്തവൻ കാനഡ. അപ്പൊ അവര് മനസ്സിലായി നമ്മുടെ ബിൽഡിംഗ് പണിക്ക് അവറാച്ചനെ നമുക്കൊന്ന്. രണ്ടാമത്തെ ആള് ന്യൂസിലൻഡില്. അവരും ഇത്രയും ഒരെണ്ണത്തിന് കിട്ടാനായിട്ട് നമ്മൾ. മൂന്നാമത്തെ ആള് ന്യൂയോർക്കില്. നാലാമത്തത് മോള. അവളെ കണ്ണൂര് കെട്ടിച്ച കണ്ണൂർ ടൗൺ എല്ലാം അവരുടെ പേരിലുള്ളതാ. ഡോക്ടർ കണ്ണൂർ നമ്മുടെ ആ 7 നില ബിൽഡിംഗ് അതാ അവരുടെ പാരഡൈസ്. പാരഡൈസിന്റെ ഓണറാണോ അച്ചായന്റെ മരുമകൻ? പിന്നെ അച്ചായൻ ഒന്നുകൂടെ ഒന്ന് വിരിഞ്ഞ് നന്നായിട്ടൊന്ന്. ഞാനിതിന്റെ ഉദാഹരണമാണ്. 7 പേരുടെയും ചരിത്രം. കൊച്ചുമക്കളുണ്ടോ? കൊച്ചുമക്കള് 14 എണ്ണം, അതിൽ 12 എണ്ണം ഡോക്ടേഴ്സ് വിദേശത്ത്. അപ്പൊ എങ്ങനെയാ വന്നേ? ഡ്രൈവറുണ്ട്. ഏത് വണ്ടിയല്ല, ഓടി. ഇതെല്ലാം പറഞ്ഞു വെച്ച് ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. അങ്ങാടി മരുന്ന് കുറിച്ചതുപോലെ തലയുടെ അവിടെ സ്കാൻ ചെയ്യണം, പെടലിയുടെ അവിടെ നോക്കണം, മൂക്കിന്റെ അവിടെ നോക്കണം, ഹാർട്ട് നോക്കണം, കിഡ്നി നോക്കണം. ഇപ്പൊ പിന്നെ പാക്കേജാ. ഇതെല്ലാം ചെയ്ത് നോക്കുമ്പം ഈ കൃത്രിമം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് പറഞ്ഞു തരാം. ഉടനെ പിന്നെ നമ്മൾ റിപ്പോർട്ടുമായിട്ട് ചെന്നോണ്ട് സ്കാൻ ചെയ്തതിൻ്റെ എല്ലാം ഉടനെ ഇത് 1,00,000-ൽ 2 പേർക്ക് വരുന്ന രോഗമാണ് അവറാച്ചാൻ. ഇത് 1,00,000 പേരിൽ 2 പേർക്ക് അസാധാരണ രോഗം. അവറാച്ച ഞാൻ ഭാഗ്യവാൻ.
പിന്നെ ഇപ്പോഴത്തെ ട്രിക്ക് ഉണ്ടല്ലേ, ഇത് എനിക്കതിന്റെ കണക്കും രീതി അറിയാൻ മേലാത്തതുകൊണ്ട് ഞാനങ്ങ് പറയാം. എൻ്റെ ഈ നിങ്ങൾ എന്ത് ചെയ്യുക, കുരുക്ക് ബുദ്ധിയാ ആയിക്കോട്ടെ. ഇത് പിന്നെ 10 ലക്ഷമാ വേണ്ടത് അണുക്കള്, പക്ഷെ അവറാച്ചന് 3500 ഉള്ളൂ. 10 ലക്ഷത്തിൽ കയറണ്ടേ? ഇതൊക്കെ ബിസിനസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പ്രഗ്നന്റ് ആയിട്ടൊന്ന് ചെന്നേ സ്ത്രീകളെ ഒന്ന് അന്ന് മുതൽ അങ്ങ് സ്കാനിങ്ങാ. ഇതിനകത്ത് തന്നെ കല്ലും കട്ടയും കിടക്കുകയാണോ, മെറ്റിലിട്ടേക്കാന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ബിസിനസ്സാ. അവന് ഉടനെ അവിടെ കൂടും പിടിച്ചോണ്ട് അവിടെ പുറകെ നടക്കുക. അവനെങ്ങനെ നടക്കാൻ അല്പം വൈകിയാണെ അവള് നോക്കും. അവനോ ഞാനിതൊക്കെ ശ്രദ്ധിക്കും. ഈ പലരെ കാണാനൊക്കെ ആശുപത്രി ചെല്ലുമ്പോഴേ ഞാനിതെല്ലാം നോട്ട് ചെയ്യും. ഇപ്പൊ അവന് വന്ന ഗതികേട്. അവിടെ കൊടുക്കുന്ന കുറിപ്പെല്ലാം അവനിലോട്ട് കൊടുക്കണം. അവൻ ഓടുക, കാല് വെന്ത നായെ പോലെ. അവൻ താഴോട്ടിറങ്ങി കയറി മേളിൽ കയറി വന്ന് അതുകൊണ്ട് കൊടുത്ത് അവൾ ആ കസേര സുഖമായിട്ട് അവിടെ ഇരിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഡോക്ടർ പറഞ്ഞ ഒരു കാരണവശാലും അനങ്ങരുത്. സ്വാമി ഇരിക്കുമ്പോൾ അവള് 4-ാം നില ചെന്നു, 7-ാം നില കയറി. അത് ഞാൻ പറഞ്ഞു ഇവിടെ പരിശോധിക്കുകയില്ല, റോഡിന് വെളിയിലെ ഡോക്ടർമാർ പറയും റോഡിന് വെളിയിലെ വലത്തോട്ട് നടക്കുമ്പോൾ 3-ാമത്തെ സ്ഥലത്ത്, കാരണം ഇവർ തമ്മിൽ ധാരണയുള്ളതാണ്. റോഡിന് നമ്മൾ സാറേ ഇതെവിടെ? റോഡിന് വെളിയിൽ ഇറങ്ങിയിട്ട് വലത്തോട്ട് നടക്കുമ്പം 3-ാമത്തെ സ്കാനിങ് സെന്റർ അവിടെ വേണം. അവിടുത്തെ റിപ്പോർട്ടാണ് എൻ്റെ ബിസിനസ് ആയതല്ല. അതെ, ഞാൻ തമാശ പറഞ്ഞതല്ല. മറ്റേ പുള്ളി അപ്പം വേറൊരു പുള്ളി അകത്തിട്ടിരിക്കുക. ഏതാ? ക്ലമന്റിനെ. അത് മറക്കരുത്. ക്ലമന്റ്. നമ്മൾ ചോദിച്ചു എങ്ങനെയുണ്ട് ഡോക്ടറെ? 15 പേരാ വാർക്കുന്നത്. വലത്തെ കാല് ചെറുതായിട്ടൊന്ന്. നമ്മൾ പറഞ്ഞ് എന്ത് വില കൊടുത്തും പുള്ളിയുടെ ജീവൻ വഴി വെച്ചേ പോയതാ. പിന്നെ അങ്ങോട്ട് പിറ്റേ ദിവസം നമ്മൾ ചോദിച്ചു എന്തുവായി? ഒന്നും പറയാറായിട്ടില്ല. വെന്റിലേറ്ററില്ല. ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല, കാണിക്കത്തില്ല. കാണിക്കും. ഒരു കാരണവശാലും നമ്മൾ പിന്നെ വാ വിട്ട് അലച്ച് വിളിച്ച് MLA വിളിച്ചു, വാർഡ് മെമ്പറെ വിളിച്ചു, വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റ് MLA വിളിച്ചു. MLAയുടെ പ്രത്യേക റിസ്കിൽ പറഞ്ഞു ഒരു നോക്കെങ്കിലും വന്ന്. അന്നേരം പറഞ്ഞ് 4 മണിയാകുമ്പോൾ ആ ഭാഗം ഒന്ന് തുറക്കും, നിങ്ങൾ അങ്ങോട്ട് ചെന്നിച്ച് ദൂരെ കിടക്കുന്ന കാണാം. അത് ഗ്ലാസിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണാഞ്ഞോണ്ട് നമ്മൾ ആ ഗ്ലാസിന്റെ അവിടെ കൈ വെച്ചേച്ച് ഇങ്ങനെ നോക്കിയപ്പോ പച്ച തുണി പുതപ്പിച്ചിട്ടേക്കുന്നു. ഏതാണ്ടല്ല ഇങ്ങനെ ആമ്പലിന്റെ വള്ളി പോലെ തൂങ്ങി കിടക്കുന്നു. അതിനവിടെ ഒരു മിഷ്യൻ വെച്ചേക്കുന്നു. അത് ഇങ്ങനെ പോകുന്നു. ഇതല്ലാതെ നമുക്കൊന്നും പിടികിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കീന്ന് 3. നിനക്ക് എന്നാ പിടികിട്ടി? ഇറങ്ങി വന്നപ്പോൾ ഒരാളെ കാണിക്കുള്ളൂ. ഇറങ്ങി വന്നപ്പം ബാക്കി 16 പേര് കണ്ടു. എങ്ങനുണ്ട്? ഇങ്ങനെ ഏണ്ടല്ല ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ 2 പ്രാവശ്യം കീന്ന് അടിച്ചു. ഒരു നേഴ്സ് ഓടി ചെല്ലുന്ന കണ്ട്. ബെറ്റർ ബിസിനസ്സായത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു എങ്ങനുണ്ട്? പ്രതികരിക്കുന്നില്ല. ചത്തു കിടക്കുന്ന പുള്ളി എങ്ങനെയാ പ്രതികരിക്കുന്നത്? ഉടനെ നമ്മൾ ചോദിച്ചു എന്നാൽ ഞങ്ങൾ അങ്ങ് വീട്ടിലോട്ട്. ഉടനെ ഡോക്ടർ അങ്ങനെ വിടത്തില്ല, കൊണ്ടുപോകുന്ന സമയത്ത് എന്തേലും എമർജൻസി വന്നാൽ ഒന്ന് ഇത് ഇണക്കാൻ, കാരണം ഇവിടെ ഞങ്ങളെല്ലാം ഇണക്കി വെച്ചിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മുഴുവൻ ബിസിനസ്. ഞാൻ ഒരു കാര്യം പറയാം.
എല്ലാവരും യോജിക്കത്തില്ല കേട്ടോ. എന്നിട്ട് മനുഷ്യരനെ കുഴപ്പമില്ല. അവർ പറയാ പിറ്റേ ദിവസം ചെന്നപ്പോ എങ്ങനെയുണ്ട്, കണ്ണ് ചെറുതായിട്ടൊന്ന് തുറന്നു. അപ്പൊ നമുക്ക് പിന്നെയും പ്രതീക്ഷയ്ക്ക് വക തരിക. അപ്പൊ നമ്മൾ ഇല്ലാത്ത കാശ് എവിടുന്നേലും ആധാരം പണയം വെച്ചാന്നേലും. എന്ന് ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം. ദൈവമക്കളോട് ഇങ്ങനെയുള്ള സീരിയസ് കേസുമായിട്ട് ചെല്ലുമ്പോൾ മെയിൻ ഡോക്ടറെ കണ്ടുവച്ച് ഞാൻ ആശുപത്രിയിൽ പോകുന്നതിനെതിരൊന്നും വരെ ചോദിക്കണം, ഇത് രക്ഷപ്പെടുമോ ഇല്ലയോ, നിങ്ങൾ രക്ഷപ്പെടുത്തുമോ, അയാള് ജീവനോടെ കിട്ടുമോ? അവർ ഞങ്ങളെ കൊണ്ടൊന്നും ഒക്കുകയില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുക. നേരത്തെ ഒന്ന് അങ്ങനെയുള്ളവർ നേരത്തെ എഴുതി വെപ്പിക്കുന്നത് നല്ലതാ. നേരെ വീട്ടിൽ കൊണ്ടുവരണം. ദൈവമക്കളും ദൈവസഭയും കൂടെ ഒന്നിച്ചു കൂടണം. എൻ്റെ അഭിപ്രായമായി പറയാം. നിങ്ങൾ യോജിക്കുകയല്ലെന്ന് എനിക്കറിയാം. എല്ലാവരുടെ മുഴങ്കാലിലിരുന്ന് ഈ രോഗിയായ ആളിനെ നടുക്ക് വെച്ച് തമ്പൂറുമൊക്കെ അടിച്ച് പാട്ട് പാടി ആത്മാവിൽ നിറയണം. ദൈവം ആയുസിട്ടിട്ടുണ്ടെങ്കിൽ ഈ യോഗം കഴിയുമ്പോൾ ആൾ എഴുന്നേക്കും. അതല്ല ദൈവസന്നിധി ചേർക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് വാക്യവും പറഞ്ഞ് പാട്ടും പാടി നല്ല അന്തരീക്ഷത്തിൽ പോകണം. മനസ്സിലാകുന്നോ? ഇത് അതിനകത്ത് കിടന്ന് ആര് വെള്ളം കൊടുക്കാനാ? മിരിയാൻ മരിച്ച പോലെ മരിക്കും. വെള്ളം ഇറങ്ങിയല്ല മരിക്കും. സ്തോത്രം. ഞാൻ അങ്ങ് നിർത്തുക. കാദേശ് നടുങ്ങാനുള്ള ഒന്നാമത്തെ കാരണം യോദ്ധാക്കളെല്ലാം പട്ടുപോയ സ്ഥലം. 2 മിരിയാം മരിച്ച സ്ഥലമാണ് കാദേശ്. 3 അഹരോൻ മരിച്ച സ്ഥലവും കാദേശ്. അത് നാളെ പറയാം. ഓക്കെ, നാളെ പറയാം. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ആരും നശിച്ചു പോകരുത്, ആരും പട്ടുപോകരുത്.